ഭക്തിയോഗം കഴിഞ്ഞിട്ട് ജ്ഞാനയോഗമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 13, 14, 15. ഇത് സാമാന്യക്കാർക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. കാരണം ഇത് വലിയ ശാസ്ത്രമായി പറയണത്. നമുക്ക് ശാസ്ത്രമൊന്നും പരിചയമില്ല. ശാസ്ത്രത്തെ പറ്റിയിട്ട് നമുക്കൊരു വിശ്വാസമൊക്കെ ഉണ്ടെന്നല്ലാണ്ട് ശാസ്ത്രത്തിൻ്റെയും അപ്പുറത്താണെന്ന് പറയും. അതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ലത്, എന്നാലും ഇതാവുള്ളൂ. ഇനി ജ്ഞേയം എന്താണ് അറിയപ്പെടേണ്ടതെന്നതിനെ പറ്റി പറയാനാണ് പോണത്. അവിടെ വല്ലാത്തൊരു വിഷമമുള്ള സന്ദർഭമാണ്. വിഷമം വെച്ചാൽ മനസ്സിലാക്കാൻ വിഷമമുണ്ട്. നമ്മളുടെ 3 നിലവാരമുണ്ട്. ഒന്ന് വിശ്വാസം. അത് 2 തരത്തിലാവാം. ശ്രദ്ധയോടുകൂടിയ ശാസ്ത്രീയമായ വിശ്വാസം, ശ്രദ്ധയില്ലാത്ത അശാസ്ത്രീയ വിശ്വാസം. ഇതെങ്ങനെയാ? ഇപ്പോൾ നമ്മുടെ പണമുണ്ടല്ലോ, നോട്ട്, അത് ഒരു ശാസ്ത്രീയ വിശ്വാസമാണ്. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് സ്വീകരിക്കണേ. നേരെ മറിച്ച് പാകിസ്ഥാനിലെ നോട്ടാണെങ്കിൽ എടുക്കണമില്ല. അപ്പോൾ അത് തെറ്റാന്ന് പറയുമ്പോൾ അതുമാതിരി ക്ഷേത്രത്തിൽ ഈശ്വരൻ ഉണ്ടെന്നുള്ള മഹർഷിമാരൊക്കെ പറഞ്ഞപ്പോൾ നമ്മളങ്ങോട്ട് വിശ്വസിക്കുകയാണ്. വെറും അന്ധവിശ്വാസമല്ലത്. നമ്മളാരും ആ വിഗ്രഹത്തിനെ പൂജിക്കുന്നില്ല, പ്രതീകമാണ്. ഏതുപോലെ ഈ നോട്ട്, രാജ്യത്തിൻ്റെ കൊടി, അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിലെ ഈ വിഗ്രഹം, ആ പ്രതീകത്തിനെ തോന്നുന്നത്. അതിനൊരു സത്യത്വമുണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാമത് വിശ്വാസം കഴിഞ്ഞാൽ അനുഭവം നിലയുണ്ട്. നമുക്ക് വിശ്വാസത്തേക്കാൾ മേലെയാണ് അനുഭവം. അവിടെയും അല്പം വിഷമമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന ശ്ലോകങ്ങളിലൊക്കെ ഇത് കാണാൻ സാധിക്കും. അനുഭവത്തിന് 3 കാര്യങ്ങൾ വേണം. അനുഭവിക്കുന്ന ഒരാൾ വേണം, അനുഭവിക്കപ്പെടുന്ന ഒരു വസ്തു വേണം, അനുഭവിക്കലും വേണം. ത്രിപുടിയുണ്ട്. അപ്പോൾ പൂർണ്ണമല്ല അതൊക്കെ. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഈശ്വരൻ എന്ന് പറഞ്ഞത് ഓം എല്ലാമാണെന്നാണല്ലോ നമ്മളിത്. ഒന്നുകിൽ ഓം എല്ലാമാണ്, നല്ലതാണോ അതെ, ചീത്തയാണോ അതെ, ഉള്ളതാണോ അതെ, ഇല്ലാത്തതാണോ അതെ, എന്തും അതെ എന്ന് പറയാം. അങ്ങനെ ഒന്ന് ഓംനെ. മറ്റൊന്നുള്ളത് നെഗറ്റീവ് ഉണ്ട്. തത് ഇതല്ല 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 എന്ത് ചോദിച്ചാലും അല്ല എന്ന് പറയും. അതാണ് ഇവിടെയൊക്കെ വളരെ വിഷമമുള്ള ഭാഗം. അതൊക്കെ നമുക്കതൊന്നും പരിചയമില്ല. അപ്പോൾ വാസ്തവത്തിൽ അനുഭവിക്കുമ്പോഴും 3 എണ്ണം വേണം, ഏകത്വമില്ല. വാസ്തവത്തിൽ അനുഭവിക്കുകയല്ല, ആവല് എന്നുണ്ട്. ബോധം ആവുക, അത് അവസാനത്തെയാണ്. അതിനെ ആർക്കും പറഞ്ഞു തരാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. കാരണം മനസ്സിലാക്കണമെങ്കിൽ ത്രിപുടി വേണം. ആവിലാകുമ്പോൾ അതൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. രണ്ടാമതൊന്നുമില്ലാത്ത ഒരവസ്ഥ. അത് നമുക്ക് സമാധിയിൽ പൂർണ്ണമായ അദ്വൈതത്തിൻ്റെ ഹയസ്റ്റ് സ്റ്റേജിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന അതിന് അനുഭവം എന്ന് പറയുക അതാവുകയാണ്. അപ്പോൾ ഇവിടെ ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ഷേത്രത്തിൻ്റെ വിവിധ ഘടകങ്ങളെയൊക്കെ പറ്റി പറഞ്ഞു. വാസ്തവത്തിൽ ഈ പറഞ്ഞു വരുമ്പോഴൊക്കെ തന്നെ അവസാനം പറയാൻ പോകുന്നത് ക്ഷേത്രം ഇല്ല എന്ന് പറയാനാണ്. അതൊക്കെ വെറും സങ്കല്പമാണ്. ഇനി ക്ഷേത്രജ്ഞൻ ആരാണെന്ന് പറയാൻ പോവാണ്. അത് അറിയണമെങ്കിൽ അല്പം ചില കാര്യങ്ങൾ, ഈ വേദാന്ത കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം അത് കുറച്ച് പറയാം. കാരണം ഇതിലൊക്കെ അത് വരും. അപ്പം ക്ഷേത്രം എന്ന് നമുക്ക് വേഗം മനസ്സിലാവുന്നുണ്ട്. കാരണം കാണാമല്ലോ, അനുഭവിക്കാമല്ലോ. ക്ഷേത്രജ്ഞനെ അത് വയ്യ. അത് എന്താണ് ക്ഷേത്രജ്ഞൻ എന്നുള്ളത് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. ഞാനൊരു വിനോബാചാര്യ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, വാക്കിൽ ഒതുക്കാൻ പറ്റാത്തതിനെ വാക്കിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ വാദം പെരുകല്ലാണ്ട് ബോധം ഉണ്ടാവില്ല. ഇത് വളരെ ശരിയാണ്. ഞാൻ ഒന്ന് ഓർമ്മ പുതുക്കുക എന്ന് പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞതാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും നമുക്കത് മറക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്ത് ഒരു കാര്യം ഇവിടെ നടക്കണമെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്നാണ് നമ്മുടെ ധാരണ. എന്തിനും. ഇപ്പോൾ സൂര്യോദയവും സൂര്യാസ്തമനവും ഒക്കെ ഉണ്ടാവാൻ അതൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ സൂര്യനും ഭൂമിയുടെ തിരിച്ചിലും. അങ്ങനെയാണ് കാരണം പറയാം. എന്ത് ഈ ഭൂമി തിരിയാൻ കാരണം എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരമില്ല.
ശരിയാ, അങ്ങനെ കാര്യം. ഇനി അതിനെ നോക്കുക. ഉദാഹരണം എന്തെങ്കിലും ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. സ്വർണം കാരണം, പണ്ടങ്ങളൊക്കെ കാര്യം. ഇനി പറയുകൂ, വാസ്തവത്തിൽ പണ്ടത്തിൽ സ്വർണ്ണം അല്ലാണ്ട് എന്താ ഉള്ളത്? സ്വർണത്തിന് ഒരു പ്രത്യേക നാമവും രൂപവും കൊടുക്കുമ്പോൾ അതിന് പണ്ടം എന്ന പേര് പറഞ്ഞു എന്നല്ലാണ്ട് പണ്ടത്തിൽ സ്വർണ്ണം അല്ലാണ്ട് വസ്തു ഒന്നുമില്ല. ആ പണ്ടത്തുനിന്ന് സ്വർണം ഇങ്ങോട്ട് എടുത്താൽ പണ്ടെന്നൊന്നുമില്ല, സാധിക്കില്ല. അപ്പോൾ പണ്ടായിട്ട് നിൽക്കുമ്പോഴും അത് സ്വർണ്ണമാണ്. പണ്ടത്തിൻ്റെ മുമ്പേ സ്വർണ്ണമാണ്. ഇനി പണ്ടം ആദ്യം ഉരുകിയ അപ്പോഴും സ്വർണ്ണമാണ്. വാസ്തവത്തിൽ സ്വർണ്ണേ ഉള്ളൂ. കാര്യം എന്നൊന്ന് ഉണ്ടായി എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. നാമരൂപങ്ങൾ കാരണം ഈശ്വരൻ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ മഹത്തായ അറിവ്, ജ്ഞേയം അറിയപ്പെടുന്നത് അത് പൂർണ്ണമാണ്. അതിന് നാമം ഉണ്ടാവുകയില്ല, രൂപം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിക്കണം. നാമം എന്ന് പറയുമ്പോൾ ശബ്ദമാണ്. ശബ്ദമാണെങ്കിൽ രണ്ടുണ്ടെങ്കിലേ ശബ്ദമുള്ളൂ, ഒന്നിന് ശബ്ദം ഉണ്ടല്ലേ. അപ്പോൾ രണ്ടുണ്ടായാൽ എന്തായി? ബ്രഹ്മല്ലാണ്ടേ അദ്വൈതം പോയില്ലോ. രൂപം എന്ന് പറഞ്ഞാൽ പറയും വേണ്ട, അത് കുറേയും കൂടിയും സങ്കുചിതത്തിനേ രൂപമുള്ളൂ. വളരെ വലുതിനൊന്നും നമുക്ക് രൂപം കാണാൻ പറ്റില്ല. അപ്പോൾ നാമം രൂപം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നാം സങ്കല്പിക്കുന്നതാണ് നാമരൂപം. അങ്ങനെ ഒന്നില്ല. അപ്പോൾ കാരണം, കാര്യം ഇതൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ, ഈ വ്യാവഹാരിക ജീവിതത്തിൽ എന്തു വേണം? ഈ പറഞ്ഞതൊക്കെ വേണം. കാരണം മണ്ണ് കുടത്തിൻ്റെ രൂപത്തിൽ നിന്നാലേ വെള്ളം കൊണ്ടുവരിക എന്ന വ്യവഹാരം പറ്റൂ. വസ്തുത അപ്പോഴും മണ്ണ് മാത്രമാണ് ആ കുടം. അത് കുടമായിട്ടൊന്നുമില്ല. കുടത്തിൻ്റെ രൂപം ഉണ്ടായി എന്ന് നമ്മൾ സങ്കല്പിച്ചിരിക്കുകയാണ്. അപ്പം മനസ്സിലാവുന്നുള്ളൂ ഈ കാര്യം. അപ്പോൾ കാരണം, കാര്യം എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും കുറേ കസറത്ത് പറയാമെന്നല്ലാണ്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് ചിന്തിച്ചാൽ ഇതൊന്നും വയ്യ. ഏകത്വത്തിന് എന്തെന്ന് പറയാം? അവിടെ നിശബ്ദതയാണ്, ശബ്ദരഹിതമായ അത് ആവുക, അത് അനുഭവിക്കുകയല്ല ഒന്ന്. ഇനി രണ്ടാമതെന്നുള്ളത് എന്താ? മായ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലായില്ലെങ്കിൽ ഈ ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവില്ല. മായ വെച്ചാൽ ഇല്ലാത്തതെന്നല്ല, ഉള്ളതുമല്ല, ഉണ്ടായത്. അതാണ് വ്യത്യാസം. അപ്പോൾ പ്രസിദ്ധമായ കാര്യം, കയറ് കണ്ടിട്ട് പാമ്പാന്ന് തെറ്റിദ്ധരിക്കുക, അതാണ് മായ. അവിടെ നോക്കൂ, വാസ്തവത്തിൽ കയറ് പാമ്പിനെ ഉണ്ടാക്കണില്ല. നിങ്ങളുടെ അജ്ഞാനാണ് കയറിനെ പാമ്പാ തോന്നുന്നത്. വെളിച്ചം കൊണ്ടുവന്ന കയറേ ഉള്ളൂല്ലോ. അപ്പോൾ കയറിൽ പാമ്പില്ല, പക്ഷെ പാമ്പിനെ നിങ്ങൾ ആരോപിക്കുക, അധ്യാരോപം. ഇല്ല, അത് പറഞ്ഞുണ്ടാക്കുന്നതിനാണല്ലോ ആരോപം എന്ന് പറയാം. വാസ്തവത്തിൽ ബ്രഹ്മം സർവ്വതം നിറഞ്ഞതാണ്. അപ്പോൾ അതിലൊരു പ്രപഞ്ചം ഉണ്ടാവാൻ വയ്യ. അപ്പോൾ നമ്മളത് ഉണ്ടായി എന്ന് മായ കൊണ്ട് ആരോപിക്കുക. ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്, ഉള്ളതല്ല കേട്ടോ, ഉണ്ടായത്. വളരെ വിഷമാണ് ഉള്ളായത്. അങ്ങ് വരുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ പ്രപഞ്ചത്തെ നേരെയാക്ക് കേടുവരുത്തി ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഇത് ആരോപമാണ് എന്ന് അറിയുക. അപ്പോൾ എന്തായി? കയറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാമ്പിനെ പറ്റി ഭയമില്ല. അതിനെന്ത് വേണം? വെളിച്ചം വേണം, പ്രകാശം വേണം. ആ പ്രകാശമാണ് ഞാൻ. ഇതിനെയാണ് വേദത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ. ജ്ഞാനമാണ് ബ്രഹ്മം. അറിവുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ദുഃഖത്തിൻ്റെയും മൗലിക കാരണം അജ്ഞാനാണ്. അജ്ഞാനം എന്നുള്ളതിന് അറിവില്ലായ്മ എന്ന് അർത്ഥം എടുക്കരുത്. പൂർണ്ണമല്ലാത്ത അറിവ്, പരിമിതമാണല്ലോ കുഴപ്പം. എന്താണ്, ഈ മുഴുവൻ നല്ല വൈദ്യനാണെങ്കിൽ കുഴപ്പമില്ല, ഒട്ടും വൈദ്യനല്ലെങ്കിലും വിരോധമില്ല. മുറി വൈദ്യൻ ആളെ കൊല്ലും എന്നല്ലേ നമ്മൾ ഈ വാസ്തുവിൽ. ഇപ്പോൾ ലോകത്തിൽ നമ്മളൊക്കെ ആരാ? ഒക്കെ മുറി വൈദ്യന്മാരാണ്. അതിൽ ഏതേതാ കേമൻ മുറി വൈദ്യൻ എന്നേ പ്രശ്നമുള്ളൂ. മുറി വൈദ്യന്മാരാ മുഴുവനും. എന്നിട്ട് തർക്കിക്കുക, ലഹളം ഉണ്ടാക്കുക, വരവുണ്ടാക്കുക, ഒന്നും ആലോചിച്ചും അറിയില്ല. ബുദ്ധി വളരെ ചുരുക്കാം. അപ്പോൾ ഈ ഒക്കെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നല്ലപോലെ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ പറയൂ. വാസ്തുവിൽ പറയാൻ വയ്യത് ഈ സാധനം, ഇത് അനുഭവിക്കുക, അതും വയ്യ, അതാവുക. അങ്ങനെ പറയാം അല്ലേ? വിശ്വാസം, അനുഭവം, ആവല്. ഈ ആവലാണ് ഹയസ്റ്റ്. അതിനെ അപ്പോൾ ഇനി ഇവിടെ പറയാൻ പോണത്. അപ്പോൾ അതൊരു ശബ്ദത്തിൽ പറയുമ്പോൾ ഒരു കളിയുണ്ട്. കാര്യം ശബ്ദത്തിലാവുമ്പോൾ അത് ആവലാവില്ലല്ലോ, അറിയലാവില്ലേ, മനസ്സിലാവില്ലാവില്ലേ, അപ്പോൾ കുടുങ്ങില്ലേ. അതുകൊണ്ട് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഉദാഹരണങ്ങളും കൊണ്ടൊക്കെ എങ്ങനെയും പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നല്ലാണ്ട് അതിൻ്റെ ആ പൊരുളുണ്ടല്ലോ,
അത് നമ്മൾ ആവ് വയ്ക്കൂ. ഇനി പറയാണ് ജ്ഞേയം 12 ജ്ഞേയം അതെ ജ്ഞേയം യത്തൽ പ്രവർക്ഷ്യാമി യജ്ഞാത്വാ അമൃതം അശ്നുതേ അനാദിമൽപരം ബ്രഹ്മ ന സത് ന അസത് ഉച്യതേ. വളരെ പ്രയാസമുള്ള ഭാഗങ്ങളാണ്. ജ്ഞേയം യത്തൽ പ്രവർക്ഷ്യാമി, എന്താണോ ജ്ഞേയം അറിയേണ്ടത് അത്, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടിയും പറയാം, ആ അറിവ് അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അറിയുന്ന ഒരാളും അറിയപ്പെടുന്നുണ്ടാവും. അതല്ല ഇവിടെ പറയണത്, ഇങ്ങനെ പറയൂക്കൂ. അതായ കാരണം അറിവ് ആയി കഴിഞ്ഞാൽ പിന്നെ വ്യവഹാരമില്ല. അപ്പോൾ അത് പറയാൻ വയ്യ. അപ്പോൾ അറിയപ്പെടേണ്ടതെന്ന് പറയുക അവിടെ ഈശ്വരനും കൂടിയും ഭഗവാനും പോലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ജ്ഞേയം യത് യാതെന്താണോ ജ്ഞേയം തൽ അതിനെ പ്രപക്ഷ്യാമി പ്രകർഷേണ വക്ഷ്യാമി വേണ്ട പോലെ പറയാം. എന്താണ്? യജ്ഞാത്വ അമൃതം വിഷ്ണുത, ഇതറിഞ്ഞാൽ അമൃതിനെ അശ്നുത കഴിക്കുക എന്ന് പറയണം. അമൃതിനെ കഴിക്കാം. നമ്മുടെയൊക്കെ വിചാരം എങ്ങനെയാണ്? അമൃതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നമുക്ക് ഈ കഴിച്ച പരിചയമുള്ളൂ നല്ല നല്ല സാധനങ്ങളെ. അപ്പോൾ അമൃതം ഇങ്ങനെ ഭുജിക്കുക, ഉള്ളിലേക്ക് ആക്കുക, എന്നാലേ അത് ഉള്ളൂ. അപ്പോൾ അമൃത് കഴിക്കാനുള്ളതാണ് എന്നാ വിചാരം. അതല്ല, അശ്നുത വെച്ചാൽ അതാവണം. എന്താ അമൃത്? അമൃതം വെച്ചാൽ മരണമില്ലാത്ത അവസ്ഥ. എന്താ മരണം? മരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകത്തിലെ വാസ്തുവിൽ അങ്ങനെ ഒന്നില്ല. എന്നാൽ നമ്മൾ കാണുന്നില്ല വെച്ചു. മരണം എന്നുള്ളതിനർത്ഥം മാറ്റം എന്നർത്ഥം. മരിച്ചതുകൊണ്ട് ശരീരം മാത്രമേ ഉണ്ടായതാണല്ലോ ഈ പ്രപഞ്ച ഭൂമിയിൽ നിന്ന്. അത് അതിലേക്ക് തന്നെ മടങ്ങിപ്പോടും. അല്ലാണ്ട് നശിക്കണമൊന്നുമില്ലല്ലോ. ഒരു സാധനം നശിക്കണില്ല. രൂപത്തിന് മാറ്റം വന്നു. ശരീരം നിറന്ന് ഇത്തിരി കഴിഞ്ഞാൽ വീണ്ടും മണ്ണഞ്ഞായി. ഡസ്റ്റ് ദ വർട്ട് ടു ഡസ്റ്റ് ദ റിട്ടേൺസ്റ്റ് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ മണ്ണിൽ നിന്ന് നമ്മളുണ്ടായിട്ട് മണ്ണിലേക്ക് തന്നെ പോകും. അപ്പോൾ അമൃതം എന്ന് പറഞ്ഞാൽ പൂർണ്ണത എന്നർത്ഥം. അല്ലാണ്ട് അത് കഴിക്കേണ്ടതല്ല. കഴിക്കണമെന്ന് പറഞ്ഞാൽ രണ്ടുണ്ടാവുമ്പോൾ നശിക്കും. ഇവിടെ എന്നുള്ളൂ, ഏകതയേ ഉള്ളൂ. അപ്പോൾ അമൃതം അശ്നുതേ, ഒരു കാലത്തും അതിന് നാശം എന്നുള്ളത് സംഭവിക്കില്ല. ഏതറിഞ്ഞാൽ ജ്ഞേയം, ഈ അറിയപ്പെടേണ്ടതിനെ. വാസ്തവത്തിൽ വീണ്ടും പറയട്ടെ, ഇതാണിത് വളരെ ബുദ്ധിമുട്ടുണ്ട് പറയുന്നത്. അറിയപ്പെടേണ്ടതല്ല, ആവലാവേണ്ടത്. നാരായണഗുരുസ്വാമിയുടെ ഒരു കവിത ഉണ്ട്. കവിത എന്ന് പറയാൻ പറ്റില്ല, അതിന് ഉപനിഷത്തായിട്ട് പറയണം. ഒരു 15 ശ്ലോകങ്ങളെ കൊണ്ട് അറിവ് എന്നുണ്ട്. അതൊന്ന് വായിക്കേണ്ടതൊക്കെ വളരെ നല്ലതാണ്. ഇത് വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് സമർത്ഥിക്കുകയാണ് ഇവിടെ. ഇത് അനാദിമൽപരം ബ്രഹ്മ ന സത് ന അസത് വെച്ചത്. അനാദി ആണ്. അനാദി ചലോ തുടക്കമില്ലാത്തത് എന്ന് പറയുമ്പോൾ എന്താവണം? പൂർണ്ണത്തിനേ തുടക്കമില്ലേ ഉള്ളൂ. മറ്റേ ലോകത്തിൽ നമ്മളിവിടെ കാണുന്നതിന് എല്ലാവരും തുറക്കുന്നുണ്ട്. തുടക്കവും മധ്യമവും അവസാനവും ഇല്ലാത്തൊരു സാധനം ഈ ലോകത്തിൽ നമ്മുടെ അനുഭവത്തിൽ ഇല്ല. എത്രയൊക്കെ കഴിഞ്ഞാലും ശരി, ഈ പ്രപഞ്ചമാകെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് ഇല്ലല്ലോ. ഇത്തിരി കഴിഞ്ഞാൽ അതില്ലേണ്ടാവുമെന്ന് ശാസ്ത്രവും പറയണു. അപ്പോൾ ഇതൊന്നും എന്തല്ല, ജ്ഞേയം അല്ലെങ്കിൽ അറിയപ്പെടേണ്ട, അല്ലെങ്കിൽ ഈശ്വര ശക്തി എന്നോ എന്താ പറയുക, ഈശ്വര ശക്തി ഒന്നും അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ ഉപനിഷത്ത് പറഞ്ഞേ വയ്ക്കൂ. അറിവ്, പ്രജ്ഞാനം, ബ്രഹ്മ, അതാണ് ശരിക്കുള്ള വാക്ക്. അതിന് ആ അനാദിമൽപരം എന്നാണ് ഇത് തുടങ്ങിയതെന്ന് അറിയില്ല. വെച്ചാൽ ഇതിന് എന്നാ അവസാനമുള്ളതെന്നും അറിയില്ല. പരം അതാണ് അതിൻ്റെ പേരെന്താണ്? ബ്രഹ്മ. നാരായണീയത്തിൽ 1-ാം തരം ആദ്യത്തെ ശ്ലോകത്തിൽ ഈ ബ്രഹ്മ എന്താന്ന് പറയാം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദ്രഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. എളുപ്പത്തിൽ പറയുന്നത് സാന്ദ്ര ആനന്ദ അവബോധ ആത്മകം, ഇടതിങ്ങിയ ആനന്ദമാകുന്ന ആ ഭാവത്തോട് കൂടിയത് സാന്ദ്ര ആനന്ദ അവബോധാത്മകം. അതാണ് ഈ അറിവ്. അനുപമിതം, ഇതിനെ ഉപമിക്കാൻ കഴിയില്ല. രണ്ടുണ്ടെങ്കിലും ഉപമുള്ളൂ. ഇത് ഏകമാണ്. അനുപമിതം. കാലദേശാവധിഭ്യാം നിർമുക്തം, ഇതിന് കാലവും ദേശവും ഒന്നുമില്ല. കാരണം കാലവും ദേശം എന്നൊക്കെ സങ്കല്പമാണ്. അല്ലെങ്കിൽ അത് വസ്തുതയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ നമ്മളുടെ ശാസ്ത്രമൊക്കെ തെറ്റും.
കാലങ്ങളും ദേശങ്ങളൊക്കെ നമ്മൾ നിത്യമുക്കതം എത്ര ഭംഗിയായിട്ടാണ് പക്ഷേ ഒരുപാട് അതിനെ നമ്മൾ മുക്കതെന്ന് പറഞ്ഞാൽ പോരെ, മുക്കതെന്ന് പറഞ്ഞാൽ പോരെ. അതിന് വിട്ടത് എല്ലാവരും വിട്ടത് അയാളെ വിട്ടു എന്ന് പറഞ്ഞാൽ മുമ്പാൾ ജയിലില്ലാന്ന് അർത്ഥമാവും അല്ലേ. അപ്പോൾ ഇയാളെ വിട്ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞുള്ളൂ വരുമല്ലോ. അല്ല അയാളെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ജയിലിലാണ് ഇനിയാൾ, അപ്പോഴൊന്നും ശരിയില്ല. അത് രണ്ടും വരരുത് വെച്ചിട്ട് അത്ര ഭംഗിയായിട്ട് അവർ നിത്യമുക്കതം. ഇതൊരിക്കലും എന്താണ് ബദ്ധനായിട്ടേ ഇല്ല. ഈ ആത്മാവ് ബദ്ധനാവുക എന്നില്ല. കാരണം രണ്ടുണ്ടെങ്കിലല്ലേ ഒരാളെ പിടിച്ച് മറ്റേ ജയിലിൽ വയ്ക്കലൊക്കെ പറ്റുള്ളൂ. ഇത് നിത്യമുക്തം. ഇതെങ്ങനെയാണ് മനസ്സിലാവുക? നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അനവധി വേദമന്ത്രങ്ങളെ കൊണ്ടും മറ്റുകളെ കൊണ്ടും വേണം നിർഭാസം ഭാസിക്കുക. അങ്ങനെ തോന്നേ വയ്ക്കൂ. അല്ല നമുക്ക് തന്നെ അസ്പഷ്ടം ദ്രഷ്ടമാത്രേ. ആദ്യത്തെ കാഴ്ചയിൽ ഇത് അസ്പഷ്ടമാണ്. പുനഃ വീണ്ടും ഒരു പുരുഷാർത്ഥാത്മകം. ഈ ജീവിതത്തിലെ പരമമായ ലക്ഷ്യം അത് ആവലാണ്. എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? അതോ ഇതാണ് ബ്രഹ്മതത്വം. ഇതാണ് ബ്രഹ്മതത്വം. എത്ര ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു ആ ഇവിടത്തിൽ തന്നെ. അപ്പോൾ ജ്ഞേയം യത്തൽ പ്രവക്ഷ്യാമി ജ്ഞാനം അല്ലേ. യജ്ഞാത്വ അമൃതമശ്നുതേ അനാദിമത്പരം. ഈ അനാദി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പറയേണ്ടി വന്നത്. ആദിയില്ല, അപ്പോൾ അതിന് അവസാനമില്ല. ആദിയില്ല, അവസാനമില്ല, മധ്യമില്ല. കാരണം ആദ്യം മധ്യം അവസാനമൊക്കെ ഉള്ളത് പരിമിതത്തിനേ ഉള്ളൂ. ആ പരിമിതത്തിന് ആദ്യം വയ്യ, അവസാനം വയ്യ, നടുക്കലുണ്ടാവുക അങ്ങനൊന്നുമില്ല. ബ്രഹ്മ അത് ന സത്ത് ന അസത് ഉച്യത. അതിനെ സത്യമെന്നോ അസത്യമെന്നോ പറയാൻ വയ്യ. അതെന്താ അങ്ങനെ? സത്യം എന്ന് പറഞ്ഞൂടെ? അതെ, സത്യം എന്ന് പറഞ്ഞാൽ അസത്യം എന്നൊന്നിൻ്റെ അപ്പുറത്ത് വരും. ഇതിന് വിപരീതമുണ്ടല്ലോ, സത്യം അസത്യം. സത്യം മാത്രമല്ല, സത്യ അസത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കെന്താ അറിയണം? സത്യം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത് എന്നർത്ഥമാണ്. സർവത്ര നിറഞ്ഞത് മാത്രമേ ചലിക്കാത്തുള്ളൂ. അസത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചീത്ത പറഞ്ഞ വാക്കാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. പറഞ്ഞ പ്രകാരം കൂട്ടാക്കാത്ത ആളെയാണ് അസത്ത് വിളിക്കുക. എന്താ പറയുക? അസത്തെ പറഞ്ഞ് കൂട്ടാക്കണമെന്ന് വെച്ചാൽ പറഞ്ഞ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ മാറി ചെയ്യുക. ചലനത്തെയാണ് അസത്ത്. നല്ല ശ്രദ്ധ വെച്ചെടുക്കാൻ എടുക്കനാ എന്ന് പറയും. അല്ല ഒരവസ്ഥ പറഞ്ഞൊന്നും കൂട്ടാക്കില്ല വെച്ചാൽ പറഞ്ഞ പ്രകാരം ചെയ്യില്ലല്ലോ, മാറ്റം വരുന്നു. അതാണ് അസത്ത്. ഇതിനെ ഈ ബ്രഹ്മത്തെ സത്ത് എന്നോ അസത്ത് എന്നോ പറയാൻ വയ്യ. അതെന്താ കാരണം അങ്ങനെ? അതോ ഇപ്പോൾ ഒരു ഉദാഹരണം ഇതൊക്കെ നോക്കിയുള്ളൂ. ഭൂമിയിൽ ഇരുട്ടും വെളിച്ചമുണ്ട്, രാത്രി പകല്. കാരണം ഈ ഭൂമി ചുറ്റുക, ചലനം ഉണ്ടാവുകൊണ്ടാണ് ഈ രാവും പകലും ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് കാരണം പൂർണ്ണമല്ലല്ലോ. നമ്മെ അപേക്ഷിച്ച് വളരെ പൂർണ്ണമാണ് സൂര്യൻ. നമ്മളെ അപേക്ഷിച്ച് സൂര്യൻ പൂർണ്ണമല്ല. ഏതായാലും സൂര്യനിൽ ചലനമില്ല. അത് മാത്രമല്ല സൂര്യനിൽ രാത്രിയില്ല. അപ്പോൾ അവിടെ സൂര്യനിൽ പകലുമില്ല. പകലെന്ന് പറഞ്ഞെങ്കിൽ രാത്രി വേണ്ടേ? വിപരീതമേ ഉള്ളൂ. സൂര്യൻ എപ്പോഴും എന്താ ഉള്ളത്? വെളിച്ചം. അതിനെ പകലെന്ന് പറയാൻ പാടില്ല, രാത്രി എന്നും പറയാൻ പറ്റില്ല. സൂര്യൻ തന്നെ രാത്രിയും പകലും ഇല്ല വെച്ചാൽ ആ സൂര്യന് എല്ലാ ശക്തികളും കൊടുക്കുക. സൂര്യൻ എന്നുള്ളൊരു വെറും ഗ്രഹമാണ്. അതിൽ പ്രകാശം ഉണ്ടാക്കണമെന്നൊക്കെ ആ ഈശ്വരൻ്റെ ശക്തിയാണ്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോഴും ഒരാളാ തോന്നുകയാണ്. അതാ ഈ വിഷമൊക്കെ വളരെ കാലമായിട്ട് അങ്ങനെ പഠിച്ചിട്ട് ഈ ഗീതയൊക്കെ വായിച്ച് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതൊന്നൊരു ഒരു പുരുഷനായാൽ സങ്കുചിതായി. അപ്പോൾ ഈശ്വരനല്ലാണ്ട് സർവത്ര എന്ന് പറയണം. അപ്പോൾ സൂര്യനിലുള്ള സവിതാവ് നമ്മളുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഇത് മന്ത്ര ഗായത്രിയിൽ നമ്മൾ സൂര്യനെയല്ല പ്രാർത്ഥിക്കുന്നത്, സൂര്യനിലുള്ള ആ പ്രകാശസ്വരൂപമായ ഈശ്വരനെയാണ്. തൽ സവിതുർ വരേണ്യം ഭർഗോ ദേവസ്യ. സൂര്യൻ എന്നുള്ളത് ഒരു ഗോളാണ് നമ്മളെപ്പോലെ. അതും ചുറ്റുണ്ട്, അതിനും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആ സൂര്യനൊന്നുമില്ല. എന്നിട്ട് അതൊന്നുമില്ലാത്ത ആ സൂര്യന് തന്നെ രാത്രിയും പകലുമില്ല. സത്തും അസത്തും പോലെ കാണാനില്ല. നമുക്കേ ഉള്ളൂ താരതമ്യേന കുറേയും കൂടി അധികം ചുരുങ്ങുന്നത്. അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എല്ലാം നിറഞ്ഞതാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സത്യമെന്ന് പറയുക? എങ്ങനെയാണ് അസത്യം എന്ന് പറയുക? ഒന്നും പറയുക, അത് ഉണ്ടെന്ന് മാത്രമേ പ്രയോഗിക്കൂ. ദ്വന്ദ്ങ്ങളെ കൊണ്ടൊന്നും ഈ പറഞ്ഞ ജ്ഞേയത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. മനസ്സിലാവുന്നുള്ളൂ കുറേയെങ്കിലൊക്കെ? അതെ. കാര്യകാരണത്തിനെ പറ്റി പറഞ്ഞു. ഓരോന്നിന് കാര്യം ഇതിന് ഇപ്പം മരം, ഈ കട്ടിലുണ്ടാവാൻ കാര്യം മരം ഉണ്ടാവാൻ കാരണം മണ്ണുണ്ടാവാൻ കാരണം ജലം,
ജലം ഉണ്ടാവാൻ കാരണം അഗ്നി, അങ്ങനെ പോയിട്ട് ആകാശം അല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പരമകാരണം ഒന്നുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ജ്ഞേയം എന്ന് പറയുന്നത്. പരമകാരണം, അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് അവസാനം ഉണ്ടാവില്ല. കാരണത്തിന് അവസാനം അതിനെന്താ കാരണം ചോദിച്ചാൽ അതിനൊരു കാരണം ഉണ്ടെങ്കിൽ പിന്നെ അതിനെന്താ ഒരു കാരണം? അങ്ങനെ വരുമ്പോൾ ഇൻഫിനിറ്റി എന്നുള്ളതൊന്നും എത്തില്ല, സാധിക്കില്ല. അപ്പോൾ ഏതോ ഒന്ന് അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. അതിന് ഉദാഹരണം ഇങ്ങനെ വയ്ക്കൂ, എല്ലാ സാധനങ്ങളും ഉണ്ടായത് സങ്കല്പം കൊണ്ടാണ്. ഞാൻ സങ്കല്പിക്കുകയാണ് എൻ്റെ ഭാര്യ, സങ്കല്പിച്ചതാണ്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തമ്മിൽ വിവാഹബന്ധനാവുന്നു. ഒരു കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടി എൻ്റെ കുട്ടിയാണ് സങ്കല്പിച്ചത്. അങ്ങനെ സങ്കല്പിച്ച് കുട്ടിയുടെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പം അല്ലാണ്ട് അവസാനം വന്ന് നോക്കിയാൽ ഒന്നുമില്ല. ഈ ലോകം മുഴുവനും സങ്കല്പമാണ്. അതുകൊണ്ടാണ് സർവസങ്കല്പ സന്യാസി യോഗാരൂഢ സ്തതോച്ചതെന്ന് 6 പറഞ്ഞത്. സങ്കല്പങ്ങൾ. അപ്പോൾ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ഈ ഗീത പറയുന്നതും നമ്മളൊക്കെ ഈ ഗീത കേൾക്കുന്നതും അവസാനൻ്റെ ഉദ്ദേശം സങ്കല്പരഹിതനാവാന, സങ്കല്പം വർദ്ധിപ്പിക്കാനല്ല. പലപ്പോഴും നമ്മളിതൊക്കെ വായിച്ചിട്ട് സങ്കല്പം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം നടക്കുന്നില്ല. ഞാനൊന്നുകൂടി വായിക്കാം, വിഷമമുള്ള ശ്ലോകങ്ങളാണ്. ജ്ഞേയം യത്തൽ പ്രപക്ഷ്യാമി യജ്ഞാത്വ, യാതൊന്ന് അറിഞ്ഞിട്ട് പറയുമ്പോഴും ആയിട്ടെന്ന് പറയണം. ആവ് വയ്ക്കും, അറിഞ്ഞാൽ പോയി. കാരണം 3 ഒന്നുകൂടെ. അതെ, അമൃതം അശ്നുതേ, അതായത് അമൃതം മരണമില്ലാത്ത അല്ലെങ്കിൽ നിത്യമായ, അതായത് സത്ത് ചിത്ത് ആനന്ദം, ഇത് 3 കൂടിയതാണ് ഈശ്വരനെ. സത്താണ്, ചിത്താണ്, ആനന്ദമാണ് അതിൻ്റെ സ്വരൂപം. അത് ആവുക വയ്ക്കൂ, അതിനെ അറിയേ അല്ലെങ്കിൽ അനുഭവിക്കുകയോ ഒന്നും വയ്യ. ഉച്ചതേ അനാദിമൽ, ഇതിന് ആദിയില്ല. പരം എന്ന് പറഞ്ഞാൽ ഇതൊന്നൊക്കെ വിട്ടതാണ്. എൻ്റെ പേരാണ് ബ്രഹ്മ. സത്ത് അസത് ഉച്ചതേ, സത്ത് എന്നോ അസത്ത് എന്നോ പറയാൻ വയ്യ. അതായത് മാറ്റമില്ലാത്തത് എന്നോ മാറ്റമുള്ളത് എന്നോ പറയാൻ വയ്യ. കാരണം മാറ്റമുള്ളത് എന്ന് പറഞ്ഞാൽ സത്ത ഉള്ളതല്ല. മാറ്റമില്ലാത്തത് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതെന്ന് പറയാൻ വേണമെങ്കിൽ 2 ഉണ്ടെങ്കിൽ അപ്പോൾ 2 ഉണ്ടോ? മാറ്റമില്ലാത്തത് ഒന്നേ ഉള്ളൂ. അതിന് പറയുക. ഈ 2 ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. സാധിക്കില്ല എന്ന് പറയാം. ഇനി സർവത പാണിപാദം തൽ സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമൻ ലോകെ സർവമാവൃത്യ തിഷ്ഠതി. വളരെ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ് പറയുന്നത് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ വേറെ പഠിച്ചു വച്ചിരിക്കുകയാണ്. ഇതിന് സർവത പാണിപാദം, എല്ലാ ദിക്കിലും കയ്യുണ്ട്, എല്ലാ കാലും ഉണ്ട്, എല്ലാ ദിക്കിലും തലയുണ്ട്, എല്ലാ ദിക്കിലും ശരീരമൊക്കെ ഉണ്ട്. സർവതോക്ഷി ശിരോമുഖം, അക്ഷി കണ്ണുകൾ, ശിരസ് സ്വരം, മുഖം, എല്ലാ ദിക്കിലും ഇതിനുണ്ട് മുഖം. സർവത ശ്രുതിമൻ ലോകെ, എല്ലാ കേക്കളിലും അതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് സർവം ആവൃത്യ, ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കണമെന്ന് ചെയ്യണം. വാസൽ കുറച്ച് അധ്യാത്മ പരിചയമില്ല പറയുക, എന്തോ വിഡിസം പറയുകയാണെന്ന് തോന്നും. അല്ല, ഒന്നും മനസ്സിലാവില്ല. കാരണം നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായി പറഞ്ഞതൊക്കെ എല്ലാ കയ്യും എല്ലാ കാലും ഒക്കെ ഈശ്വരനാ പറഞ്ഞാൽ എന്താ അങ്ങനെ എന്തൊരു സാധനം അപ്പോൾ ഇത്? നമുക്ക് കയ്യും കാലൊക്കെ ഉണ്ട്, അതിനെന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ കയ്യും കാലും എല്ലാം. ഇപ്പോൾ ഈ ഇതിനിടെ സ്വാമി പറഞ്ഞു, നമുക്ക് അധ്യാത്മേ ഉള്ളൂ ജീവിതത്തിൽ, ഈ ഭൗതികം എന്നുള്ളത് വെറുതെ പറയാ. ഇത്ര കാലമായിട്ട് ചരിത്രകാലം നിൽക്കുന്ന വരെ മനുഷ്യൻ്റെ പുരോഗമനം എന്ന് പറഞ്ഞാൽ മാനസികവും ബുദ്ധിപരവുമാണ് പുരോഗമനം, അല്ലാണ്ട് ശാരീരികമല്ല. എത്ര കാലം മുമ്പുള്ള ആൾക്കുണ്ടായിരുന്ന ആ 2 കാത് തന്നെ എപ്പോഴും നോക്ക്, 2 കൈ തന്നെ നോക്ക്, ആ തല തന്നെയാണ്. ഇതിൽ ഒരു സംസ്കാരവും ഒന്നും വളർന്നിട്ടില്ല. വളർന്നു മുഴുവനും ഇപ്പോൾ കൈ ഇവിടെ ഉണ്ട്, അത് പൊക്കണമെങ്കിൽ സങ്കല്പം വേണം, ഞാനത് പൊക്കണം വേണം, അപ്പോഴേ ഇത് വരുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ സ്വഭാവോ അധ്യാത്മ ഉച്യതേ നേട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സ്വത്ത്, എൻ്റെ ഭാവം, ഞാൻ ഇങ്ങനെ ശരീരമാണെന്ന് തോന്നുന്നത്, ഈ ശരീരഭാവന ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അധ്യാത്മം എന്ന് പറയുന്നത്. അപ്പം അത് തോന്നണമെങ്കിൽ എന്ത് വേണം? മനസ്സ് വേണം. അപ്പം മനസ്സാണ് സംസ്കാരം ഉണ്ടാക്കിയത്. എന്താണ് മാനവൻ എന്നല്ലോ, വാസുദേവ സർവ മഹാത്മാവ്, എല്ലാ ആത്മാവും താനാണ്. ഇതൊക്കെ വരുന്നത് ഈ എന്തുകൊണ്ടാണ്? ബോധം, മനസ്സാണല്ലോ. മനസ്സ്, ബുദ്ധി, ബോധം. ബോധം നിന്നാണ് ബുദ്ധി ഉണ്ടാവുന്നത്, ബുദ്ധി നിന്നാണ് മനസ്സുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്? സർവ്വത പാണിപാദം വെച്ചാൽ, അപ്പോൾ ഓരോ കൈയും, ഞാൻ എൻ്റെ കൈ
എകർത്തുന്നതും നിങ്ങൾ നിങ്ങളുടെ കൈ ഇറക്കുന്നതും ആരെ കൊണ്ടാണ്? ബോധമുണ്ടായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാനാണെന്ന് പറഞ്ഞൂടെ? അപ്പോൾ എല്ലാ കൈയും ഞാനാണ്. എവിടെയൊക്കെ കൈ ഇളക്ക് ദിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ? അതെ, ഞാൻ പറയാം, എല്ലാ ബൾബും ഞാനാണെന്ന് പറഞ്ഞൂടെ? ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഇത് കത്തുള്ളൂ. അപ്പോൾ അതോ ട്യൂബ് മാത്രമേ ഞാനുള്ളൂ, ബൾബ് ഞാനല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുക. കാരണം അത് മാത്രമല്ല, ഫാനും ഞാനാണ്, റെഫ്രിജറേറ്ററും ഞാനാണ്, റേഡിയോവും ഞാനാണ്. ഇപ്പോൾ ഈ പറയുന്ന എന്താ TV-യാ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആരാ? ഇലക്ട്രിസിറ്റിക്ക് വരാം. മറ്റതൊക്കെ ഉപാധിയാണ്. അപ്പോൾ അതവിടെ മനസ്സിലാവുന്നുള്ളൂ. നല്ല ബുദ്ധിമുട്ടുള്ള സംഗതിയായിട്ട് ആളുകളുടെ വിചാരം എന്തെങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാവരും എല്ലാ കൈയും കൂടി ഒരാൾക്ക് എന്താ വല്ല ഇങ്ങനെ. എന്നിട്ട് അങ്ങനെ ചില ചിത്രവും വരച്ച് കാണാം. ഈ ഭഗവാന്റെ വിശ്വരൂപത്തിന് കുറേ കൈകൾ, കുറേ തലകളൊക്കെ എഴുതി ചിത്രം കാണും. ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇതിലും മേലെ വേറെ യാതൊന്നുമില്ല. അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും ഒരാളുണ്ടോ ഒരു 10-100 തലയും കുറേ കയ്യൊക്കെ ആയിട്ട്? ഒക്കെ വെറും വിഡ്ഢിതം. അതും നമ്മുടെ സങ്കല്പമല്ലേ? അങ്ങനെ ഒരു വയ്യല്ലോ. ഭഗവാന് ശാലേന്നില്ല ശരിക്കും പറഞ്ഞാൽ, കയ്യും വയ്യ. കാരണം ഇലക്ട്രിസിറ്റിക്ക് ബൾബും ഇല്ല, ട്യൂബും യാതൊന്നുമില്ല. അത് ഒരു ശക്തിയാണ്. അങ്ങനെ 100,000 ശക്തികൾ കൂടി നിൽക്കുന്നത് ഈശ്വരനില്ല. ആ ഈശ്വരനെ പറ്റി അവിടെ പറയണത്. അപ്പോൾ ഇലക്ട്രിസിറ്റി തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലാത്ത ആൾക്ക് ഈശ്വരനെ എങ്ങനെ മനസ്സിലാക്കാം? ഇതൊക്കെ സിംബോളിക് എന്ന് പറയില്ലേ, ഒരു രൂപകത്തിൽ പറയല്ലാണ്ട് നിർത്തില്ല. അപ്പോൾ സർവ്വത പാണിപാതം അർത്ഥം മനസ്സിലാവുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ കൈയും എല്ലാ കാലും നില അതൊക്കെ സഹിതമാവുന്നത് ഞാനുണ്ടാവുകൊണ്ടാണ്. ബോധം അല്ലാണ്ട് കുറെ കൈ വന്നതല്ല. സർവ്വത പാണിപാദം തൽ സർവ്വതോ അക്ഷിശിരോ, എല്ലാ കാണുന്നതും എല്ലാ മുഖങ്ങളും എല്ലാം ആരാണ്? ഞാനാണ്. അത് പറയുമ്പോൾ എനിക്ക് രസം വരും. ആ സർവ്വത മുഖം എന്നുള്ളതിനും കുറേ ഉദാഹരണങ്ങൾ പറയേണ്ടതുണ്ട്. അനുഭവ കഥകൾ, മഹാത്മാക്കളെന്നാണ് ഇത് മനസ്സിലാവുക. ശ്രീരാമകൃഷ്ണ തൊണ്ടയിൽ ക്യാൻസറായിട്ട് സുഖമില്ലാണ്ട് കിടക്കുന്നു. അപ്പോൾ കഞ്ഞി പോലും ഇറങ്ങില്ല. വളരെ വിഷമുണ്ട്. ഇപ്പോൾ വിവാൻ സ്വാമി കൂട്ടരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വയ്യ വേണ്ട പറയും, ഇതിൽ ഇറക്കാൻ പറ്റും. ഒരു ദിവസം അമ്മ പറഞ്ഞാൽ കൂട്ടാക്കും. അങ്ങനെ ഒന്നുണ്ട്. അമ്മാച്ച ഈശ്വരൻ ബോധം. ഇവർ അത്രയ്ക്കല്ലേ ഇവർക്ക് പരിചയമുള്ളൂ. പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യുക, അമ്മോട് ചോദിക്കുക, അങ്ങനെ കഴിഞ്ഞ് ഇത്തിരി കുടിക്കട്ടെ എന്ന് നോക്കിയ. അപ്പോൾ അറിയാണ്ട് ഈ പെട്ടെന്ന് അദ്ദേഹം അത്ര ചിന്തിക്കാണ്ടേ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞു. തെറ്റാ ചെയ്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നിട്ട് അമ്മോട് ചോദിച്ചോ ഒന്നും പറയേണ്ട നാണക്കട് അബദ്ധം. അപ്പോൾ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഭാവം ഉണ്ടായില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്താ ചോദിച്ചോ? ഞാൻ അമ്മോട് ചോദിച്ചു, അങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട് ഈ തൊണ്ടയിൽ കുറച്ച് വെള്ളം ഇറക്കട്ടെ ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എല്ലാ തൊണ്ടയും എൻ്റെ തന്നെയല്ലേ ചോദിച്ചു. ഇതൊക്കെ ഇറക്കുന്നത് ബോധം കൊണ്ടാണല്ലോ. അതിലേക്ക് ഇറക്കിയാൽ പോരെ, ഈ തൊണ്ടയിൽ കൂടി ഇറക്കിയാൽ മാത്രമേ നീ കഞ്ഞി കുടിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചു. അയ്യേ നാണക്കട എനിക്ക് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ കാരണം മറന്നുപോയില്ല. എന്തൊരു കേപ്പത്താ നോക്കൂ. ഈ ലോകത്തിലുള്ള തൊണ്ടകളൊക്കെ ആരെയാ? ബോധത്തിൻ്റെ. അതിൽ കൂടെയൊക്കെ കഴിക്കില്ലേ? ഈ ഇതിലെ കൂടി കഴിച്ചത് മാത്രമേ ഞാനാവുള്ളൂ. ഞാൻ ശരീരമാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണല്ലോ ഈ ചോദ്യവും ഉത്തരവൊക്കെ ഉണ്ടായത്. ഞാൻ ശരീരമാണെങ്കിൽ പോയല്ലോ, ശരീരത്തിന് ആ ബോധം പോയാൽ ഞാൻ ജഡാണ് അല്ലേ? ആ ശരീരത്തിൽ ബോധമുള്ളപ്പോഴാണ് ഞാൻ ശിവനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം ഞാനാണ്. മനസ്സിലാവുന്നുണ്ട്? എന്ത് രസമാണ് പറഞ്ഞാൽ തരില്ല. നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. നമുക്ക് ഈ പരിമിതേ പരിചയമുള്ളൂ. ആ പരിചയം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അത് തെറ്റല്ല. അപരിമിതം പരിചയിച്ചാൽ അത് അപരിമിതം അല്ലാണ്ട് പോവും അല്ലേ? മിണ്ടി കൂടെ ഇതിൻ്റെ പൊടി പരിമിതം അന്നും അതിനെ ഒന്നും പറയുക. അത് വയ്ക്കൂ. അതായി പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ വളരെ പ്രയാസമുണ്ട്. അതുമാതിരി ശരീരം ഞാനല്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം. ഇത് ആരെങ്കിലും കേൾക്കും ചെയ്യലും ഇനിയും. അപ്പോൾ പറഞ്ഞു അതിനുണ്ട് രമണ മഹർഷിയുടെ. ഇവിടെ ഇപ്പോൾ തൊണ്ടയുടെ മറ്റേത് രമണ മഹർഷിക്ക് കയ്യുമ്പിൽ വലിയൊരു കുരിയായിരുന്നു. അദ്ദേഹം ആസ്പത്രിയിലേക്കും പോയില്ല, ഡോക്ടറെ അടുക്കും പോയില്ല. ഡോക്ടർ പണി ഇങ്ങോട്ട് വരണം. കാരണം അദ്ദേഹം ബ്രഹ്മാണേ, അവിടേക്ക് പോകേണ്ടത് വരില്ലൊന്നുമില്ലല്ലോ. അപ്പോൾ ബോധമൊന്നും കിടത്തണ്ട പറഞ്ഞു. ബോധമൊന്നും കെടുത്താനും പോയില്ല പറഞ്ഞു. ബോധമൊക്കെ കിടന്നത് ഈ ചെറിയൊരു ബോധം ഉണ്ടല്ലോ, ആ സാക്ഷാത് ബോധം കെട്ടാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ നികലില്ല, വരില്ല. ഇവർ തന്നെ ഈ അവിടെ കുരു കീറി അതിലത്തെ ചലൊക്കെ എടുക്കുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആയാലായിട്ട് സംസാരിക്കണം. അപ്പോൾ ആ കേൾക്കണ ഒരാൾ ഇങ്ങനെ നിലവിളിച്ചു കാരണം കണ്ടിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ എന്താ ഒരു അല്ല അങ്ങനെ അതിൽ പഞ്ഞെടുത്തിട്ട് ചലങ്ങനെ എടുക്കുമ്പോഴേ അതിൻ്റെ വേദന വേറൊരാളുടെ എടുക്കുമ്പോൾ ഇയാൾക്കാ വേദന, ഈ ഇരിക്കുന്ന ആൾക്ക് ആരും വരുമ്പില്ല. അപ്പോൾ ചോദിച്ചു, ഇപ്പം നിനക്ക് ദേവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ല ചോദിച്ചു.
അയാൾ എന്നെ വല്ലതും കാട്ടണോ ചോദിച്ചു. എന്നെ ഒന്നും കാട്ടണില്ല, എൻ്റെ കയ്യിനല്ലേ, എൻ്റെ കയ്യിൽ ഞാനും അല്ലല്ലോ. എന്നാ അല്ലെങ്കിൽ ഞാൻ കയ്യെന്നല്ലേ പറയാം, ആരും പറയാറില്ല എൻ്റെ കയ്യെന്നല്ലേ. അത് കാട്ടിക്കോട്ടെ, നോക്കങ്ങനെയാണ് ബന്ധം. അതായത് ശരീരമായിട്ടൊരു ബന്ധവുമില്ലാതെ ഇവിടെ ജീവിക്കാൻ സാധിക്കുന്ന നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജനിച്ചതായിരിക്കും അവരൊക്കെ. അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം വരില്ല. ഇതാ കണ്ടോളൂ പറഞ്ഞു, ഇങ്ങോട്ട് മുറിച്ചോളൂ, യാതൊരു വിരോധമില്ല, പ്രശ്നമില്ല എന്നർത്ഥം. സാധിക്കും ഇതൊക്കെ. കാരണം ചില മരുന്ന് കൊടുത്താൽ നമ്മുടെ ബോധം കുറച്ച് മാറിക്കണമല്ലോ അല്ലേ. ആ ശക്തി എന്നിലിട്ടല്ലോ അല്ലേ. അതിപ്പോൾ എന്ത് വേണം, ഞാൻ പരാധീനനാ. ആ മരുന്ന് തന്നിട്ട് വേണം എനിക്ക് മാറിക്കാൻ. ഞാൻ സ്വാധീനനായി എനിക്ക് സ്വന്തം തന്നെ ഈ കയ്യിൻ്റെ പെടുന്ന ഇപ്പോൾ ഞാൻ വേണ്ട അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ അങ്ങനെ ആവാൻ സാധിക്കണം. മരുന്ന് കൊണ്ടാവണമെന്നാണെങ്കിൽ അത് എൻ്റെ ശക്തി കൊണ്ട് തന്നെയല്ലോ, അപ്പോൾ സാധിക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്താ ഇവിടെ സർവത പാണിപാദം ചൽ, ഈ പറയുന്നത് വെറുതെ പറയല്ല അർത്ഥം. സർവത ശ്രുതിമൻ ലോകെ സർവമാവൃത്യ തിഷ്ഠതി. ഇതെല്ലാം വിട്ടിട്ട് ഞാൻ നിൽക്കണു. ഈ പറഞ്ഞതൊക്കെ ഉപാധികളാ, ഞാനിതൊന്നുമല്ല. ഏത് ഇലക്ട്രിസിറ്റിക്ക് ഇത് പറയാം, എല്ലാ ഉപാധികളിൽ കൂടി ഞാൻ തന്നെ വേണം. ഇതൊക്കെ വിട്ടിട്ട് കമ്പിയും കൂടി വരുന്നുണ്ട്, അതും ഇല്ലാണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ ആകാശം എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള സാധനമാണത്. സ്പേസ് എന്നാണ് അർത്ഥം. നമ്മൾക്ക് ഈ കാണുന്ന നീല നിറത്തിലുള്ള കാണുന്ന സാധനം ആകാശമൊന്നുമല്ല, അത് നമുക്കൊരു തോന്നല. അത് ആകാശം എന്താണെന്ന് പറയുക. ആ ആകാശത്തിൽ ആര് നിൽക്കണു? ഈ പറഞ്ഞ അനവധി കോടാനുകോടി ശക്തികൾ അതിലാണ് നിൽക്കുന്നത്. വൈദ്യുതി, കാന്തശക്തി, ലൈറ്റ്, ഹീറ്റ്, എത്ര സാധനം അതിനുള്ളിൽ നിൽക്കുന്നത്. നമുക്കത് നോക്കിയാൽ ഇവിടെയൊക്കെ ഇല്ല. ഇപ്പോൾ എല്ലാ ദിക്കിലും ഇതുണ്ട്. അത് പ്രത്യക്ഷമല്ല, പ്രത്യക്ഷമാവില്ല. കാരണം അത് അത്ര നിറഞ്ഞാൽ നിൽക്കണം. ഈ ഇലക്ട്രിസിറ്റിക്കും പിന്നെ ഇതിൽ കാന്തത്തിനും പോലും വയ്യെങ്കിൽ ഇതൊക്കെ നിൽക്കുന്നത് ബോധത്തിലാണ്. അപ്പോൾ ബോധത്തിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതാണ് ഏകദേശം ബോധത്തിൻ്റെ ഒരു രൂപം പറഞ്ഞു തരണം. സർവത പാണിപാദം തൽ സർവദോക്ഷി ശിരോമുഖം സർവത ശ്രുതിമൻ ലോകയെ സർവമാവൃത്യ തിഷ്ഠതി. ഞാൻ മറക്കാതിരിക്കാൻ പറയണ കുറേ ഉദാഹരണങ്ങൾ ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. നമുക്കറിയാം എല്ലാത്തിലും ഈ അഗ്നിയുണ്ട്. അപ്പം മരം ഒരു മുള, കാരണം മുള എടുക്കുന്ന മുള വളരെ വേഗം വരച്ചാൽ അധികം വേഗം കത്തും. മുളം കൂടെയൊക്കെയാണല്ലോ ആദ്യം കത്തുക പറഞ്ഞിട്ടുണ്ട്, മറ്റേ മരങ്ങളും കത്തും. അപ്പോൾ അതിങ്ങനെ വരച്ചാൽ അഗ്നി വരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഉള്ളിൽ അഗ്നി പ്രകടമല്ലാണ്ട് അപ്രകടമായിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് ആണ് ഇരിക്കുന്നു. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് അർത്ഥമല്ല, വളരെ വലുതെന്നർത്ഥം. വാക്കിൻ്റെ വ്യത്യാസം വളരെ മനസ്സിലാക്കണം. നമുക്കൊക്കെ സൂക്ഷ്മം പറഞ്ഞാൽ ചെറുതെന്നാണ്, നേരെ മറിച്ചാൽ വലുതാവുകയാണ്. വളരെ വലുതിനെയും വളരെ ചെറുതിനെയും നമുക്ക് കാണുക. അപ്പോൾ ആ മരത്തിൽ അഗ്നി ഉണ്ടെന്ന് ഉറപ്പ്. ഒരു കാര്യം ചെയ്യാൻ മുള അല്ലെങ്കിൽ മരം അത് 2 കഷ്ണമാക്കുക. അപ്പോൾ 2 മരക്കഷ്ണമാവുമല്ലോ, കാരണം അതിൻ്റെ ഈ സ്ഥൂലമാണല്ലോ, 2 കഷ്ണമാവും. അഗ്നി 2 കഷ്ണമാവുമോ? ഇല്ല. ഈ മുറിച്ചതിലുണ്ട്, ആ കഷ്ണത്തിലുണ്ട്. നിങ്ങൾക്ക് അഗ്നിയെ മുറിക്കുകയില്ല, അതിൻ്റെ ഉള്ളിൽ അഗ്നിയെ മുറിക്കുകയില്ല, മരത്തിനെ മുറിക്കാം. മരത്തിനെ നിങ്ങൾ ചെറിയ ചെറിയ കഷ്ണമാക്കി, ആ എത്രയും ചെറിയ കഷ്ണമാക്കി അതിൻ്റെ ഉള്ളിലുണ്ടെന്ത്? അഗ്നി. അതുപോലെ നമ്മുടെ ഈ ശരീരങ്ങൾ മുറിച്ചാലും 2ൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനെ മുറിക്കാൻ പറ്റില്ല, തണുപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ വളരെ പ്രാവശ്യമായിട്ട്. എത്രയൊക്കെ കഴിഞ്ഞാലും ഇത് പൂർണ്ണമാണ്. ഇതിന് മുറിക്കലും ഇല്ല, ചെറുതാക്കലും ഇല്ല, സൂക്ഷ്മമൊന്നും പറയുക, ഇതിനൊന്നും പറയുകയില്ല. പറഞ്ഞാൽ അതല്ലാണ്ട് അതാവുക വയ്ക്കൂ എന്നർത്ഥം. മനസ്സിലാവുണ്ടല്ലോ. ഇനി അടുത്ത ശ്ലോകം. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭക്തൈവ നിർഗുണം ഗുണഭോക്തൃജ. സർവേന്ദ്രിയ ഗുണാഭാസം അല്ലേ? ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഗുണങ്ങളെ ആഭാസം കാണിക്കുക. ഭാസന ഭാസിക്കുക, പ്രകാശിക്കുക. സർവ ഇന്ദ്രിയങ്ങളെയും ഭാസിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത് ഈ ബോധമാണ്. സർവേന്ദ്രിയ ഗുണാഭാസം. എന്നാട്ടോ സർവേന്ദ്രിയ വിവർജിതം, ഇതിന് ഇന്ദ്രിയങ്ങളോട്ടില്ലേനും. ഇലക്ട്രിസിറ്റി അപ്പം പറ്റിയ സൗകര്യമുള്ള ഒരു ഉദാഹരണം. എല്ലാ ട്യൂബുകളെയും ബൾബുകളെയും പ്രകാശിപ്പിക്കുന്നത് വൈദ്യുതിയാണ് അല്ലേ?
പക്ഷേ ഇലക്ട്രിസിറ്റിയിൽ ബൾബും ഇല്ല, ട്യൂബും ഇല്ല, യാതൊന്നുമില്ല. കാരണം അത് കൂടിയാണ് ഇത് പ്രകാശിക്കുന്നത്. ഇതുപോലെ ബോധത്തിൽ കൂടിയാണ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രകാശിക്കുന്നത്. ഇന്ദ്രിയങ്ങളിൽ ആ ബോധമൊട്ട് ഇല്ലാനും. കാരണം ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ പരിമിതങ്ങളായി, ബോധം എന്നുള്ളത് അപരിമിത. അപ്പോൾ അപരിമിതത്തിൽ പരിമിതമാവാം, പരിമിതത്തിൽ അപരിമിതത്തിന് നിൽക്കാൻ വയ്യ. സർവേന്ദ്രിയ ഗുണാഭാസം, സർവേന്ദ്രിയ വിവർജിതം. ഇന്ദ്രിയങ്ങളൊന്നുമില്ല ഇതിന്. ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം തീർക്കണം, പരിമിതങ്ങൾ. അല്ലാണ്ട് ഈ അർത്ഥം സാധാരണ അർത്ഥം എടുക്കരുത് കൊടുക്കുക, എന്നാൽ ബുദ്ധിമുട്ടാവും. ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ പരിമിതങ്ങളാണ്. ആ പരിമിതങ്ങളിലൊന്നും എന്തില്ല, അപരിമിതമില്ല. പക്ഷെ അപരിമിതം പരിമിതങ്ങളുണ്ട്. ഇനിയും ഇല്ലെങ്കിൽ പരിമിതം മനസ്സിലാക്കാൻ തന്നെ ഈ അപരിമിതം ഉണ്ടാവേണ്ട സാധിച്ചത്. ബോധത്തിൽ പരിമിതമാണോ അപരിമിതം ഒന്നും ശരില്ല. അപ്പോൾ സർവേന്ദ്രിയ ഗുണാഭാസം, സർവേന്ദ്രിയ വിവർജിതം. അസക്തം സർവഭൃത്ത. സക്തം, സക്തി എന്ന് പറഞ്ഞാൽ ഒട്ടുക. ആസക്തി ഒട്ടുക. എന്താ ഈ ഒട്ടൽ എന്ന് പറഞ്ഞാൽ? ഒട്ടിൽ എപ്പോഴാണ് ഉണ്ടാവുക? രണ്ടുണ്ടെങ്കിലേ ഒട്ടുണ്ടു, അല്ലേ? ഒന്നായ ഒട്ടുണ്ടല്ലോ, ഒന്നല്ലേ? രണ്ടുണ്ടായാൽ അപ്പോൾ ഒരു വ്യത്യാസം തോന്നും. എന്നിട്ട് അതിനോടുകൂടി ഒട്ടിയെന്ന് തോന്നുകയെ വയ്ക്കൂ. എപ്പോഴും ഒട്ടാവുമ്പോൾ സാധിക്കില്ല. ഇപ്പോൾ ഈ മേശയായിട്ട് നിങ്ങളിത് വെച്ചാൽ ഒട്ടിയെന്ന് പറയാനേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായിട്ടൊരു സ്ഥലം പിന്നെയും ബാക്കിയുണ്ട്. അല്ലെങ്കിൽ കൊണ്ട് വലിച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്നാവലും ഒട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടുണ്ടെങ്കിലേ ഒട്ടലുള്ളൂ. ഒന്നുണ്ടെങ്കിൽ ഒട്ടലല്ല, ഒന്നാവില്ല, അല്ലേ? ഇപ്പം ശരീരവും ആത്മാവും രണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഒട്ടിയെന്ന് തോന്നുന്നത്, അല്ലേ? എനിക്ക് അതിനോട് കിട്ടാൻ ആസക്തി. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ ഭക്ഷണം, വിശപ്പുണ്ട്, ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലേ ഭക്ഷണം കിട്ടണമെന്ന് വിചാരിക്കും വയ്ക്കൂ. ഞാൻ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ആസക്തി ഉണ്ടാവേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അപ്പോൾ ഭക്ഷണം തന്നാൽ എനിക്ക് ആസക്തിയല്ല, അത് ദുഃഖ കഴിക്കണം പറഞ്ഞാൽ. അപ്പോൾ ആസക്തി പറഞ്ഞത് എന്നെ വിട്ടതൊന്നുണ്ടാവണം. ഞാൻ ആത്മാവ് പൂർണ്ണനാണ്. അപ്പോൾ വാസലുണ്ടാവുന്നത് എന്താണ്? അവ തമ്മിൽ വേറൊന്നും അതിലെങ്ങനെയാണ് ഒട്ടുക? ഇവിടെ അസക്തം സർവഭൂതേഷു, ചില ഭൂതങ്ങൾ ഉണ്ടായത്. വാക്ക് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരും എനിക്ക്. നമുക്ക് ഭൂതം എന്നൊക്കെ സാധാരണ ആളുകൾ കേട്ടാൽ അപ്പോൾ എന്താ ഒരു ഭാവന, ചെകുത്താനൊക്കെ ഉണ്ടല്ലോ, അത് എന്നെ തോന്നുന്നു. ചെകുത്താൻ നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ. ഇതിലിടയ്ക്ക് എനിക്ക് അനുഭവം ഉണ്ടാവാം ചെകുത്താനെ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ളതിനെ മാത്രമേ നമ്മൾ ശാസ്ത്രം എന്ന് പറയുള്ളൂ. എല്ലാവർക്കും അനുഭവമില്ല. നമുക്ക് ഇപ്പോൾ ക്ഷേത്രം നോക്കൂ. ക്ഷേത്രത്തിൽ നമ്മൾ സങ്കല്പിച്ചു അവിടെ ഈശ്വരനെ പറയുമ്പോൾ അത് കല്ലല്ല നമ്മളെ സംബന്ധിച്ചുള്ള ഈശ്വരനാണ്. നേരെ മറിച്ച് മറ്റൊരു മതസ്ഥന് അവിടെ യാതൊന്നുമില്ല, അതൊരു കല്ല് മാത്രമാണ്. കാരണം അയാൾ സങ്കല്പിച്ചില്ല. അപ്പോൾ സങ്കല്പം പോലെയാണല്ലോ. പാകിസ്ഥാൻ്റെ നോട്ട് നോക്കും, ഇവിടെ ഒരു കാശിന് കൊള്ളില്ല, നമ്മൾ സങ്കല്പിച്ചില്ല. അപ്പോൾ ഇതൊക്കെ സങ്കല്പത്തിലാണെന്നുള്ള വളരെ വ്യക്തത. അസക്തം സർവഭൃക്ഷൈവ നിർഗുണം ഗുണഭോക്തൃജ. ഇത് നിർഗുണമാണ്. നിർഗുണം, ഗുണമില്ലാത്തതെന്നല്ല, എല്ലാ ഗുണങ്ങളും ചേർന്നത്. എന്നിട്ട് ഗുണം, മനസ്സിലെ ഗുണം അനുസരിച്ചാണ് നമ്മളുടെ ചിന്ത, അല്ലേ? സാത്വികന്മാർക്ക് സാത്വിക ചിന്ത, രാജസന്മാർക്ക് രാജസ ചിന്ത, മറ്റേ താമസന്മാർക്ക് താമസികമായ ചിന്ത. അതൊക്കെ എന്തിനെ ആശ്രയിച്ചാണ്? മനസ്സിനെയാണ്, അല്ലേ? നമ്മുടെ സങ്കല്പം മനസ്സിനെ ആശ്രയിച്ചാണ്. എന്താ ഇപ്പോൾ സങ്കല്പം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല എന്നുള്ളതിന് അങ്ങനെ പറയൂ വയ്ക്കുമോ എന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കും. നിത്യം നമ്മൾ അനുഭവിക്കുകയാണ്. ഉറങ്ങുന്ന സമയത്ത് എന്തായി ഉറക്കം വെച്ചാൽ സങ്കല്പം ഇല്ലാതെയാവുക. വേറെ അതൊന്നുമില്ല, അല്ലേ? ശരീരം അവിടെ ഉണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഒന്നിനും വ്യത്യാസമില്ല. എല്ലാ അവയവങ്ങളും ചോരോട്ടം നടക്കുന്നുണ്ട്, ഭക്ഷണം ദഹിക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. എന്തേ ഇല്ലായുള്ളൂ? സങ്കല്പമില്ല, അല്ലേ? സങ്കല്പമില്ലാതപ്പോൾ എൻ്റെ ബോധമില്ലല്ലോ, ഞാൻ എൻ്റെ അതികഠിനമായിട്ടുള്ള തലവേദന ഉറക്കത്തിലില്ലല്ലോ, വളരെ വലിയ ദുഃഖം ഉറക്കത്തിലില്ലല്ലോ. അപ്പോൾ എന്തുണ്ടായിട്ടുള്ളൂ? സങ്കല്പം നിർത്തി. അപ്പോൾ നിങ്ങൾ ഈശ്വരനായി. ഇത് കഥ പറയല്ല, നിങ്ങൾ ദിവസവും ഉറക്കത്തിൽ അനുഭവിക്കുന്നതാണ്. ഉണർന്നിട്ട് സാധിക്കണത് അതവിടെ ബുദ്ധിമുട്ട്. ഒക്കെ ആയി അല്ലോ. ആ ഉണർന്നിട്ട് സാധിക്കാനാണ്, അതിനാണ് സമാധി എന്നൊക്കെ പറയും. അതൊക്കെ ഇനി മെല്ലെ മെല്ലെ ഇതിൽ പറയുന്നുണ്ട്. അത് എങ്ങനെ സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കുമോ അതുപോലെ സങ്കല്പരഹിതനാവാനും നമുക്ക് സാധിക്കണം, അല്ലേ? ആ സങ്കല്പരഹിതനായാൽ പിന്നെ എന്തില്ല? ഈ പറഞ്ഞതൊന്നുമില്ല. അതാണ് ജ്ഞേയം. അറിയപ്പെടുന്നതല്ല, അതാവല്. ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നു. ഇങ്ങനെ പറയിക്കൂ. അറിയപ്പെടുന്നതെന്നല്ലാണ്ട് പറഞ്ഞാൽ ആവില്ലെന്ന് പറഞ്ഞാൽ നോക്കാണ്ട് മനസ്സിലാവില്ല. കാരണം നമുക്ക് മനസ്സിലാവണേ, അതാ ബുദ്ധിമുട്ട്. ആയാൽ പോരാ, മനസ്സിലാവണം.
അതെ. അപ്പോഴും നോക്കും മനസ്സുണ്ട്. ഈ മനസ്സില്ലാണ്ടാവാനായി പണിയൊക്കെ പറയുന്നത്. മനസ്സാണ് നമ്മളെ സകലത്തിൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം, ദ്വന്ദ്വത്തിന്. മനസ്സില്ലെങ്കിൽ സുഖമില്ല ദുഃഖമില്ല, അപ്പോൾ ആനന്ദമാണ് മനസ്സിൻ്റെ. ഈ മനസ്സിന് അതാണ് ഇപ്പോൾ സമാധിയിലൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ധ്യാനം എന്ന് പറയുന്നതൊക്കെ സങ്കല്പങ്ങളെ ഒഴിവാക്കണം ശ്രമിച്ചിട്ട്. അതിനുള്ള ശക്തി നമുക്കുണ്ട്. ഞാൻ വളരെ പ്രാവശ്യം പറയാനുള്ളതാണ്, എല്ലാ ശക്തികളും ബസ് ഓടിക്കാനുള്ള ശക്തി നമുക്കുണ്ട്, നീന്താനുള്ള ശക്തി നമുക്കുന്നുണ്ട്, പാട്ട് പാടാനുള്ള ശക്തിയുണ്ട്. നമ്മളത് വളർത്തണം. നമ്മുടെ ഉള്ളിലുണ്ട്, അനന്തമാണ് നമ്മുടെ ശക്തികൾ. അത് ആരധികം വളർത്തിയാൽ കേമനായി. മറ്റേ ആൾ അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, നിങ്ങളത് ചെയ്യാഞ്ഞിട്ടാണ്. ഇപ്പോൾ പെട്ടെന്ന് അത് ചിലപ്പോൾ പറ്റിയില്ലേ വരും, ചിലപ്പോൾ ഈ ജന്മാവില്ല അടുത്ത ജന്മത്തിലാവും. നമുക്ക് ജന്മം ഉണ്ടോയെന്ന് തന്നെ സംശയമായിട്ടാക്കണം ഇവിടെ. പിന്നെ തന്നെ അങ്ങനെ പൊട്ടി മുളച്ചതാണോ? ഇല്ലാത്തതൊന്നും ഒന്നും ഉണ്ടാവില്ലേ, ഉള്ളതെന്നേ ഉണ്ടാവാൻ വയ്ക്കൂ. അപ്പം ഞാൻ മുമ്പ് ഉള്ളതാണ്, അത് ഞാൻ ഉണ്ടായത്. ഈ ഭാഗം വളരെ പ്രയാസമാണ്. ഈ ക്ഷേത്രജ്ഞ ഉണ്ടല്ലോ, ഇത് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്നാമത്തെ ആ 2-ാം അധ്യായത്തിൽ 11 മുതൽക്ക് 28 വരെ ഉള്ള ശ്ലോകങ്ങളിൽ ശരീരം ഇവിടെ ഉള്ളൂ, ശരീരം ഇല്ലയെന്ന് അത്രയും സ്ഫടികം പോലെ വ്യക്തമാക്കുക. അതൊക്കെ മറക്കുക. നമ്മൾ അടുത്ത ശ്ലോകം വരുമ്പോഴേക്കും അത് പോയി. കാരണം അത്രയും നമ്മുടെ ബുദ്ധിക്ക് ശക്തിയുള്ളൂ. അപ്പോൾ ഇവിടെ സർവേന്ദ്രിയ ഗുണാഭാസം, സർവേന്ദ്രിയ വിവർജിതം, അസക്തം എന്ന് പറയാനാണ് വേണ്ടത്. സക്തി അല്ലേ? സർവഭൃത് ചെയ്വ. ഒന്നിനും ഒട്ടുമില്ല, പക്ഷെ എല്ലാവരെയും ഭരിക്കുന്നത് ഞാനാണ്. എല്ലാവരും ഞാൻ ഭരിക്കുക വെച്ചാൽ എന്നിലാണ്. ഞാൻ അതിനെ എടുത്തുകൊണ്ട് താങ്ങി കൊടുക്കല്ല. ഈശ്വരൻ കാരണം ഭൂമിയൊക്കെ തലയിലെടുത്ത് താങ്ങിക്കല്ല. ഈ ഭൂമിയിൽ നിന്നും കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ സങ്കല്പത്തിലാണ് നിൽക്കുന്നത്. ആ സങ്കല്പത്തിനെ ആരാ താങ്ങി നിൽക്കുന്നത്? ബോധം. ബോധം എനിക്ക് സങ്കല്പിക്കാൻ വയ്ക്കും. അപ്പോൾ എല്ലാറ്റിനെയും ഞാൻ താങ്ങണമെന്ന് പറഞ്ഞാൽ ബോധമാണ് ഇതിനെയൊക്കെ താങ്ങണതും ആ ബോധം വിട്ടാൽ താഴ്ത്തു വീഴുന്നതും ഇല്ല. സങ്കല്പമായി അത് പിന്നില്ല. അത് സർവോപദേശം നിർഗുണം ഗുണഭോക്തൃജ. നിർഗുണമാണ് വെച്ചാൽ എല്ലാ ഗുണങ്ങളും ചേർന്നവനാണ്, ഒരു ഗുണവും ഇല്ലാത്തവനല്ല. എന്നിട്ടോ ഗുണഭോക്തൃ, ഗുണത്തിനെ ഭുജിക്കുന്നത് ഞാനാണ്. അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ കളിക്കും, ഈ കച്ചവടം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ സാധനമൊക്കെ വെച്ച് കളിക്കും. അവരത് സങ്കല്പിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ, അവർക്കത് വളരെ ശരിയാണ്. അച്ഛനും അമ്മയ്ക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഇതൊക്കെ വെറും തമാശയാണ്, കളിയാണെന്നൊക്കെ. എന്നിട്ട് അച്ഛൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഒരു കാശ് കൊടുത്തിട്ട് സാധനം മേടിക്കുക ഒക്കെ ചെയ്യുമല്ലോ കളിച്ചിട്ട്. എന്തിന്? അവരുടെ സന്തോഷത്തിന് തൃപ്തിക്കുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ എത്ര വെറും തമാശയിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവന് ബോധ്യം വരുത് ഇത് കുഴപ്പമാണല്ലോ എന്നിട്ട്. അപ്പോൾ അവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മ ചെയ്യാറില്ലേ? ഇതുപോലെ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഈ ചട്ടിയും കല്ലും വെച്ച് കളിക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? തരക്കടില്ലാതെ നന്നായിട്ടുണ്ടെന്നൊക്കെ ഒന്ന് പറയും. നമുക്കൊരു രസനാകാം. ഭഗവാൻ അറിയാൻ തോന്നുന്നില്ലാത്തതാണ്. ആണ് ഗുണഭോക്തൃജ. ഗുണഭോക്താവ് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന സങ്കല്പത്തെ ഭഗവാൻ അംഗീകരിക്കും അല്ലേ? പറയാൻ വയ്യാത്ത ബുദ്ധിമുട്ടാണ്. ഭഗവാൻ അംഗീകരിക്കണമില്ല, അംഗീകരിക്കാണ്ടിരിക്കില്ല. ഈ ബോധം അംഗീകരിക്കുന്നില്ല ഇരിക്കുക, എന്നാൽ ഈ കളിയൊന്നും ഉണ്ടാവില്ല. ഭഗവാന് സങ്കല്പം തന്നെ. ഭഗവാന് സങ്കല്പിക്കാനും സങ്കല്പിക്കാതിരിക്കാനും ഭഗവാനെല്ലാം നോക്കും പറ്റുള്ളൂ അല്ലേ? നമ്മൾ തന്നെയാണ് ഭഗവാനെയും. നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ വിട്ടൊരാൾ കുറെ അകലെയാന്ന് തോന്നിയിട്ട് അത് മാറാൻ വർഷമുണ്ട്. അതിൻ്റെ ഒരു അംശം അവിടെ മമ ഇവാംശോ ജീവ ലോകേ ജീവഭൂത സനാതന എന്ന് 15 7 പറഞ്ഞ് ഒരേ സാധനം തന്നെ അല്ലേ? നമ്മൾ ഉപാധിയിൽ ആവുമ്പോൾ ശരീരം തോന്നി, ഉപാധിരഹിതനായ ആരായി? ഈശ്വരനായി. ഇത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ ഘടാകാശം എന്നുണ്ടല്ലോ, മടാകാശം എന്നൊക്കെ പറയുമല്ലോ. ഈ കുടത്തിലെ ഒഴിവ് എന്ന് പറയുന്നത് ആ കുട ഉണ്ടാവുമ്പോഴേ ഉള്ളൂ. കുട പൊട്ടിയാൽ എന്തായി? അത് മഹാകാശമായി അല്ലേ? അതുമാതിരി ഞാനും നിങ്ങളൊക്കെ ആരാണ്? മഹാകാശമാണ്. പക്ഷെ ഇപ്പോൾ ശരീരത്തിലിരിക്കൊണ്ട് നമ്മൾ ശരീരമാണെന്ന് പറയാം. ശരീരത്തിൽ എൻ്റെ ഉള്ളിലൊരു ആത്മാവ് ഇടുന്നു. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വാമി നിങ്ങൾക്കൊരു ആത്മാവുണ്ടോ ചോദിച്ചില്ലേ രാമതീർത്ഥനോട്. അപ്പോൾ സ്വാമി പറഞ്ഞു അങ്ങനെയല്ല, എനിക്കൊരു ശരീരമുണ്ട്, ഞാൻ ആത്മാവാണ് പറഞ്ഞു. അതാ ശരി, ഞാൻ ആത്മാവാണ്, എനിക്കൊരു ശരീരമുണ്ട്. എന്താണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാനും ഞാൻ കേൾക്കാനും ഒക്കെ വേണമെങ്കിൽ ഉണ്ടല്ലോ. അതുപോലെ ആത്മാവേ ഇവിടെ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളവിടെ ഉണ്ട്, ഈ എന്താണ് യന്ത്രം ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ സങ്കല്പിക്കുക. പൂർണ്ണത്തിൽ ഇതൊന്നുമില്ല. അപ്പോൾ ആ ഗുണഭോക്തൃത്വം പറഞ്ഞാൽ അതും ഒരു സങ്കല്പമാണ്. എന്തിനങ്ങനെ സങ്കല്പിക്കുന്നതെന്ന് ചോദിക്കരുത്.
കാരണം ഞാൻ അങ്ങോട്ടും ചോദിക്കും, നിങ്ങളെന്തിനാണ് വേണ്ടാത്തൊക്കെ സങ്കല്പിക്കണമെന്ന് ചോദിച്ചാലോ, നിങ്ങൾ 100,000 സങ്കല്പിക്കുക, എന്നിട്ട് ഞങ്ങളോട് എന്തിനാണ് സങ്കല്പിക്കണം ഇങ്ങോട്ട് ചോദിക്കുക. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്ത് ചെയ്യുക, സങ്കല്പിക്കാതിരിക്കും. നിങ്ങൾ സങ്കല്പിക്കാതിരുന്നാൽ പിന്നെ നിങ്ങൾ ചോദിക്കില്ലല്ലോ. ഈ സങ്കല്പം കൊണ്ടല്ലേ ഈ ചോദിക്കുന്നത്. ഞാൻ വേറെ അല്ലേ, നിങ്ങൾ ഒന്ന് അല്ലെങ്കിലോ ഞാൻ സങ്കല്പിക്കാതിരിക്കുക, അപ്പോൾ ഒരു വിഷമമുണ്ട്, പിന്നെ ഞാൻ ഒന്നും പറയില്ല, പിന്നെ ഞങ്ങളെ കണ്ടിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിചാരമുണ്ടാവുന്നത് എന്തങ്ങനെ ശവം പോലെ കുത്തിരിക്കണം തോന്നും. കാരണം നിങ്ങൾ ഞാൻ ഉണ്ടെന്ന് സങ്കല്പിച്ചായിരിക്കണം, ഇന്ന് സംസാരിക്കുമ്പോൾ പരിഭവമുണ്ടാവും. അപ്പോൾ സങ്കല്പം എന്നുള്ളത് എത്ര കണ്ട് മാറിക്കെട്ടി അത്ര കണ്ട് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും. ഇപ്പോൾ അത്രയൊന്നും പറ്റില്ലെങ്കിലും അങ്ങനെയൊക്കെ അത് വളരെ വിഷമമുള്ള. അതിന് ഭഗവാൻ എളുപ്പമുള്ള പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, കാണുന്നതൊക്കെ ഈശ്വരനാ സങ്കല്പിച്ചു ഓർത്തു. എങ്ങനെയാലും സങ്കല്പിക്കാണ്ട് വയ്യ, എന്നാൽ കാണുന്നതൊക്കെ ഈശ്വരനാ പറഞ്ഞാൽ അപ്പോൾ പിന്നെ നമുക്ക് ഈശ്വരനോട് സ്നേഹമല്ലേ ഉണ്ടാവുള്ളൂ. കാണുന്നതൊക്കെ എൻ്റെ സ്വന്തം ആളാണ് അങ്ങനെ സങ്കല്പിച്ചൂടെ. ഇപ്പം നമ്മളങ്ങനല്ല, കുറേ ആൾ എൻ്റെ ആളാണ്, കുറേ ആൾ ആരും അറിയില്ല, കുറേ എൻ്റെ ശത്രുയ എന്നൊക്കെ സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സ്വൈരക്കടയാണ് ഇവിടെ മുഴുവൻ. ഈ സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന സ്വൈരക്കടല്ലാണ്ട് ഇവിടെ ശ്വാസത്തിലൊരു സ്വൈരക്കട ഇവിടെ ഇല്ല, മുഴുവനും സങ്കല്പമാണ്. ഈ പത്രം വായിച്ചാൽ കാണാൻ ചെറിയ വരും എനിക്ക്, മുഴുവനും സങ്കല്പം. മനസ്സിലാക്കാൻ വേണ്ടിയാണ് 100 രൂപയുടെ സാരി എന്താണ് 50 രൂപയ്ക്ക് തരുന്ന പറയണത്. ഇതാ കാണുമ്പോഴേക്കും ദൂരെ, കാരണം 50 രൂപ ലാഭമാണ്, വളരെ ലാഭത്തിൽ മേടിക്കാൻ പറയും. വാസ്തവത്തിൽ ആ സാരിക്ക് 25 രൂപ വില, അതിന് 100 ഇട്ടിറക്കുക, എന്നിട്ട് അതിൽ നിന്ന് 50 ചുരുക്കണമെന്ന് സങ്കല്പിപ്പിക്കുക, എന്നിട്ട് ഇയാൾ ഓടിപ്പോയിട്ട് മേടിക്കുക. അപ്പോൾ അയാൾക്ക് ലാഭത്തിലാ 100%. 25 രൂപയുടെ സാരിയാണ് 50 രൂപ കൊടുക്കുന്നത്, 100%. അങ്ങനെ കൊടുത്താലല്ലേ ഈ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ പണം കൊടുക്കാൻ പറ്റുള്ളൂ. അയാൾ കൊടുക്കാഞ്ഞാൽ പറ്റുക. അയാളെ സംബന്ധിച്ചുള്ള 25 രൂപയ്ക്ക് വിലയുള്ളൂ, 25 കച്ചവടം ആവില്ല. അപ്പോൾ സങ്കല്പത്തിൻ്റെ ശക്തി എത്രയാണെന്നുള്ളത് പേപ്പർ നോക്കിയാൽ കാണാം. രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. അയാൾ ജയിച്ചാൽ സുഖമാവും, ഇവർ വന്നാൽ നേരെയാവുക. ആര് വന്നാലും ഇവിടെ സുഖമാവില്ല, വെറുതെ പറയാണ്, യാതൊന്നുമില്ല. കാരണം നാരായണൻ പറഞ്ഞ മാതിരി വലത്തെ കാൽമീത കാലിലെ പന്ത് ഇടത്തെ കാൽമീതി മാറ്റാമെന്നല്ലാണ്ട് LDF ആയാലും ശരി UDF ആയാലും ഒക്കെ മന്ത് തന്നെയാണ്. നമുക്ക് മന്തില്ലാണ്ടാവുക വേണ്ടത്, സങ്കല്പം അത് സാധിക്കണം എന്ന് പറയാൻ പറയും. ഇനി ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവച സൂക്ഷ്മത്വാദവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ച തൽ. എന്തൊക്കെയാണ് പറയണത് അറിയാം, അത്ര അത്ഭുതമുണ്ട്. ബഹിരന്തശ്ച ഭൂതാനാം, പുറത്തും അകത്തും ഭൂതങ്ങളുടെ ഞാനാണ്. അതെന്താ, ഞാനത് മേശ ഭൂതാണ്, ഭൂതം ചെത്താനല്ലോ ഉണ്ടായത്. ഈ മേശയുടെ പുറത്ത് എന്ന് പറഞ്ഞാൽ പുറവും അകവും ഉണ്ടായത് ഈ പരിമിതമായതുണ്ടല്ലോ, അല്ലെങ്കിൽ പുറവും അകവില്ല. അതിൻ്റെ അപ്പോൾ പുറത്ത് മരാന്ന് പറഞ്ഞൂടെ, ഇവിടെയൊക്കെ ഇതിൻ്റെ അകത്തെന്താ മരം തന്നെ. അപ്പോൾ മരമല്ലാണ്ട് എന്താണുള്ളത്, ഐസിൻ്റെ കട്ട. അതിൻ്റെ പുറത്തെന്താ, അതിൻ്റെ ഉള്ളിലെന്താ, അതെന്താ വെള്ളം തന്നെയുള്ളൂ, അല്ലാണ്ട് ഇവിടെ യാതൊന്നുമില്ല. അപ്പോൾ ഈ ആത്മാവിൻ്റെ പുറത്തും അകത്തും ഉള്ളിലും എന്ന് പറയുന്നത് സങ്കല്പ. പൂർണ്ണതയിൽ പുറവുമില്ല അകവുമില്ല അന്തവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഹിരന്തശ്ച ഭൂതാനാം, ആ വാക്കെന്ത് ഭംഗിയാണ്, ഭൂതാനാം ച ഭവിച്ചത്. ഭവിച്ചതിൻ്റെ പുറത്തും അകത്തും ഉള്ളിലും ഒക്കെ എന്തേ ഉള്ളൂ, ഏതാ ഇപ്പോൾ പഞ്ചസാര കട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും പുറത്തും അകത്തും ഒക്കെ പഞ്ചസാരയെല്ലാം ഉള്ളുണ്ടോ, സാധിക്കില്ലോ. ബഹിരന്തശ്ച ഭൂതാനാം ആചരം ചരമേവച, ചരിക്കുന്നതും ചരിക്കാത്തതും, അതായത് ഇളകുന്നതും ഇളകാത്തതും ഞാനാണ്. ഇളകാത്തത് നമുക്ക് തോന്നുകയാണ്. അതിനൊരു ഉദാഹരണം ഒരിക്കൽ പറഞ്ഞോണ്ടോന്നും അറിയില്ല. ഒരു പുഴയുടെ അവിടെ ഒരു വലിയ പാലം, ആ പാലത്തിൻ്റെ മുകളിൽ കൂടി വലിയൊരു പ്രൊസഷൻ പോണു ജനങ്ങളുടെ. അപ്പോൾ കുളിക്കുന്ന ഒരാൾ പറഞ്ഞു, പാലത്തിൻ്റെ മുകളിൽ ജനങ്ങളുടെ പ്രവാഹം, പാലത്തിൻ്റെ ചുവട്ടിൽ നദിയുടെ പ്രവാഹം എന്ന് പറഞ്ഞു സായിട്ട്. അപ്പോൾ ഒരു മഹാത്മാവായിട്ടിരുന്നു. അത് ഞാൻ പറഞ്ഞു, അത് മാത്രമല്ല, നദിയിലൊരു പ്രവാഹം, നദിയുടെ മുകളിൽ പ്രവാഹം, ആ പാലത്തുമ്പിലും പ്രവാഹം എന്ന് പറഞ്ഞു, പാലും പ്രവഹിക്കുന്നു പറഞ്ഞു. അതയാൾക്ക് ബുദ്ധിയായില്ല. പാലം പ്രവഹിക്കുക, പാലം അവിടെ നിൽക്കല്ലേ, നിരല്ലേ സഹായിക്കണം. അല്ല പറഞ്ഞു, ഈ പാലം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 100 കൊല്ലം 50 70 കൊല്ലമായിരിക്കുക, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. അങ്ങനെയാണല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ആ പാലം കേട് വീണു, കേട് വന്നു. എങ്ങനെയാണ് കേട് വരിക?
കേടുവരാച്ചാൽ അതിൻ്റെ ആ ബന്ധം ഇങ്ങനെ വിടുക എന്നല്ലേ, അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് വിടുക, വിട്ടുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മൾക്ക് പ്രത്യക്ഷമല്ല. ഈ അതിൻ്റെ പാലം കേടുവരുന്നത് പ്രത്യക്ഷമല്ല, മറ്റു രണ്ട് പ്രത്യക്ഷമാണ്. മഹാത്മാക്കൾക്ക് അതും പ്രത്യക്ഷമാണ്. മഹാത്മാക്കൾ വെച്ചാൽ ബുദ്ധിയുള്ളവർക്കെന്ന് അർത്ഥമാണ്. നമുക്ക് അല്ലേ, ഈ ലോകം മുഴുവനും സദാ ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളറിയണില്ല ആ ചലിക്കുന്നതിൻ്റെ. അപ്പോൾ ഈ ചലനമില്ലാതെ അവിടെ യാതൊന്നുമില്ല. എന്താ കാരണം? ചലനം എന്ന് പറയേണ്ട പേര് സങ്കല്പം. സങ്കല്പം കൊണ്ടാണ് അതൊക്കെ നിൽക്കുന്നത്. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവച. അചരം ചരം എന്നുള്ളത് രണ്ടും ഈ ദ്വന്ദ്വം തന്നെ ഈ ബോധത്തിലില്ല. ബോധം സങ്കല്പിക്കലേ ചരവും അചരമൊക്കെ ഉള്ളൂ. അചരം ച സൂക്ഷ്മത്വാൽ, അതിനെ സൂക്ഷ്മം അതീവ വിശാലം, അതുകൊണ്ടാണ് അവിജ്ഞേയം, അതിനെ കാണാൻ പറ്റാത്തത്. നമുക്ക് പരിമിതമായതിനെ കാണു വയ്ക്കൂ, സൂക്ഷ്മമായ അതിനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പക്ഷി ഇങ്ങനെ പറക്കുമ്പോൾ കാണാം, മൊളിക്ക് പോകും തോറും തിരി കഴിഞ്ഞാൽ ചെറുതായിട്ട് പക്ഷി അവിടെ ഉണ്ട്, നമ്മുടെ കണ്ണിന് കാണാൻ വയ്യ. കാരണം അതിൻ്റെ ആ ദൂരം കുറേ അധികമായി. അല്ല, അടുത്ത് വന്നാലേ നമുക്ക് കാണു വയ്ക്കൂ സാധനങ്ങളൊക്കെ. അതുപോലെ വിശാലമാവും തോറും, വിശാലത്തിലേക്ക് പോകും തോറും നമുക്ക് കാണാൻ പറ്റില്ല. അതില്ലായല്ല, നമ്മുടെ കണ്ണിൻ്റെ കഴിവ് കടന്നു. അതാണ് പറയുന്നത് സൂക്ഷ്മത്വ അഭിജ്ഞേയം ദൂരസ്ഥം ച അന്തിക. അത് ദൂരത്തുമാണ് അടുത്തുമാണ്. ഇതൊക്കെ ഉപനിഷത്തിലെ വാക്കാക്കാം. ദൂരെയാണ് അടുത്താണ് എന്ന് പറയുന്നത്, ഈ അകലെയാണ് അടുത്താണെന്നുള്ളത് രണ്ടെണ്ണം ഉണ്ടെങ്കിലേ വയ്ക്കൂ അല്ലേ. അപ്പോൾ നിങ്ങളിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഞാനും നിങ്ങളും അവിടെ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ദൂരമില്ല അടുത്തുമില്ല. കാരണം എന്താണ്? സ്ഥലമില്ലല്ലോ, കട്ടിയില്ലേ, സാന്ദ്ര ആനന്ദ, കട്ടി പിടിച്ച ആനന്ദമാണത് ഈ ബോധേ. അപ്പോൾ അത് സാധിക്കുന്നില്ല. അപ്പം നമുക്കെന്തുണ്ട്? നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നു അത് ദൂരത്താണ് അല്ലെങ്കിൽ അത് അടുത്താണ്, സങ്കല്പമാണ്. ഇതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിനെ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കും. ഈ ബ്രഹ്മതത്വത്തെ ഇങ്ങനെയൊക്കെ പറയല്ലാണ്ട് അതാവുകയല്ലാണ്ട് അതിനെ അനുഭവിച്ചാൽ പോലും അവിടെ വിഷമം വരും. കാരണം അനുഭവിക്കുന്നതൊക്കെ രണ്ട് തരത്തിലെ ഉണ്ടല്ലോ. അനുഭവിക്കുന്ന വസ്തുവുണ്ട്, അനുഭവിക്കുന്നവനുണ്ട്. നമ്മളിപ്പോൾ അനുഭവിക്കപ്പെടുന്ന വസ്തുക്കളെ നേരെയാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ. അതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നന്നെങ്കിലും വരിക ദുഃഖമുള്ള ഒരു ദിവസം വയ്ക്കുക അല്ലാണ്ടേ. അപ്പോൾ നമുക്ക് പ്രകൃതിയൊക്കെ ഇങ്ങനെ നിലവിളിക്കുന്ന പോലെ തോന്നുന്നു നോക്കും. കാരണം ആ ഒരു പ്രകാശമില്ല എന്ന് നിൽക്കുന്നു എന്നുകൊണ്ട്. സുഖമുള്ള ഒരാൾക്കുണ്ടാവും, അയാൾക്ക് നല്ല ഭംഗിയുള്ള ദിവസമാണ്, എത്ര ഭംഗി, എന്താണ്, വലിയ ചൂടുമില്ല, വലിയ തണുപ്പുമില്ല. ഒരാളിനെ കാണുന്നത് ഇയാളുടെ സങ്കല്പം ഇത് നല്ലതാണ്, അയാളുടെ സുഖം. ഈ തൻ്റെ ദുഃഖം പ്രതിഫലിക്കുക എവിടെ? പ്രകൃതിയിൽ തൻ്റെ സുഖം പ്രതിഫലിക്കുകയാണ്, അല്ലാണ്ട് പ്രകൃതി ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഇത് അങ്ങോട്ട് മനസ്സിലാവാനാ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഒരേ സാധനം ഒരു മദ്യത്തിൻ്റെ കുപ്പിപ്പടി ഇരുന്നാൽ ഞാൻ പുറത്തേക്ക് ഓടും, എനിക്ക് വയ്യ. കുടിക്കണമെന്ന് അങ്ങനെയാണ്, അവൻ പുറത്തേക്ക് പോവുകയില്ല, ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ആ കുപ്പിയൊന്നും ചെയ്യണില്ല, സങ്കല്പമാണ് അല്ലേ. അപ്പോൾ അന്തം എന്തൊക്കെ നമ്മൾ പറയുന്നതോ അത് മുഴുവനും സങ്കല്പം മാത്രമാണ്. സങ്കല്പം എന്തിനാ ചോദിക്കരുത്, അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പറയാനേ വയ്ക്കൂ. എന്തിനാ ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. എന്തിനെങ്കിലും ഉത്തരമുണ്ടോ? നമുക്ക് നമ്മുടെ വിചാരമൊക്കെ ഉത്തരം ഉണ്ടെന്നാണ്. എന്താ വിശക്കാൻ കാരണം ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? ഒന്നുമില്ല, വിശക്കുണ്ട് തോന്നല്ലാണ്ട് അതിന് ദഹിച്ചിട്ട് എന്താ ദഹിക്കാൻ കാരണം ചോദിക്കും. എന്താ എന്ന് പറഞ്ഞാൽ സൂചി കിട്ടുമെന്നൊരു കഥ കുട്ടിക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ഇതിൻ്റെ ഒരു അർത്ഥമില്ല. ഇപ്പോൾ ഹയസ്റ്റ് ചിന്ത ബുദ്ധിയുടെ പരാകാഷ്ഠയിൽ ചെല്ലുമ്പോൾ അവിടെ ഈ സങ്കല്പങ്ങൾ, ബുദ്ധിയുടെ പരാകാഷ്ഠ വെച്ചാൽ സങ്കല്പം ചുരുങ്ങുക എന്നർത്ഥമാണ്. ഹയസ്റ്റ് സ്റ്റേജ് വെച്ചാൽ തീരെ സങ്കല്പരഹിതനാവും. അപ്പോൾ അയാൾ ഈശ്വരനായി. അയാൾക്ക് ആണ് സർവസങ്കല്പ സന്യാസി എന്നുള്ളത്. അതവിടെ പറഞ്ഞത്. ബഹിരന്തശ്ച ഭൂതാനാം ചരം അചരമേവ സൂക്ഷ്മത്വതപജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ച അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ സ്ഥിതം ഭൂതഭർത്തൃച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭൈഷ്ണു ച. അവിഭക്തം ച ഭൂതേഷു, ഭൂതങ്ങൾ ഉണ്ടായത് അതിൽ വിടാതെ. ഒന്ന് മരത്തിൻ്റെ കഥ. ഭൂതങ്ങൾ മരം രണ്ട് കഷ്ണമായി, അത് വിഭക്ത മാറിയല്ലോ. പക്ഷേ അത് അഗ്നി മാറിയിട്ടില്ല, അതിൽ വിഭജിക്കാൻ പറ്റില്ല. ഏതിനെ?
മരത്തിൻ്റെ ഉള്ളിൽ അഗ്നി പെയ്യ, മരത്തിന് അവിഭക്തം വിഭക്തേഷു വിഭക്തം ഇവ സ്ഥിതം, രണ്ട് പോലെ തോന്നുന്നു. മരം രണ്ട് കഷ്ണമായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അതിലത്തെ അഗ്നിയെ അല്ലെങ്കിൽ അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള വായു ഒന്നിനും വയ്യ. അഗ്നി എന്നുള്ളത് നമുക്ക് പറഞ്ഞു നിർത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ മറ്റേലും വായു ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വേണമെന്ന് വായുവിനെ ഒന്നും മുറിക്കുകയില്ല, അഗ്നിയെ മുറിക്കുകയില്ല, വെള്ളത്തെ മുറിക്കുക. കഷ്ടിച്ച് മുറിക്കാമെന്ന് തോന്നണത് ഉള്ളത് ഈ ഭൂമിയെ മാത്രമേ ഉള്ളൂ, അല്ലേ? ഭൂമി രണ്ട് കഷ്ണമാണെന്ന് തോന്നുമല്ലോ. ഭൂമി രണ്ട് കഷ്ണം, അതിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്തുണ്ട്? ഒഴിവുണ്ട്. ഈ ഒഴിവ് തന്നെയാണ് എന്തായിട്ട് നിൽക്കുന്നത്? ഭൂമിയായിട്ട് നിൽക്കുന്നത്. ഒഴിവാണല്ലോ അങ്ങനെ വന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഒരു അന്തമില്ലാത്ത ഏർപ്പാടാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ. എന്നാലോ രസം ഉണ്ട്. ഇനിയും ഇതൊന്നും പറഞ്ഞില്ല വെച്ചാൽ പിന്നെ അങ്ങനെ എന്താണ് ഒന്നുമില്ലാണ്ടേ ഈശ്വരനായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒരു സുഖമില്ല. ഇതൊക്കെ ഉണ്ടാവണം, എന്നിട്ട് അറിയണം, എന്നിട്ട് ഇത് ഏതുപോലെ നാടകം പോലെ നാടകത്തിൽ പലതും കാണണം, ഉണ്ടാവണം, രസിക്കണം. അത് ഞാൻ നാടകം കാണുമെന്ന് അറിയും വേണം. അപ്പോളേ അല്ലേ അവിടെയും ലേശൊരു വർഷം പറയും നാടകമാണെന്ന് മുഴുവൻ അറിഞ്ഞു വരിക്കുക. അപ്പോൾ നമുക്ക് ഇതിലൊരു രസം ഉണ്ടാവില്ല. ഇതൊക്കെ ഒന്ന് മറന്നിട്ട് വേണം അപ്പോളേ നാടകം വയ്ക്കൂ. ഇതൊക്കെ നാടകം പറഞ്ഞാൽ പിന്നെ എന്ത് രസമുള്ളത്? അതിലേക്ക് ആ തന്മയീഭാവം വരണല്ലോ, വല്ലാണ്ട് വരരുത്. നമ്മുടെ മാപ്പിളുടെ കഥ പറഞ്ഞ പോലെ തന്മയീഭാവം രസിക്കാൻ, ആസ്വദിക്കാൻ. ഭൂതഭർജന ഭൂതസ്ത്വം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു. ഗ്രസിഷ്ണു വെച്ചാൽ ഗ്രസിക്കുക വെച്ചാൽ അതിനൊക്കെ ഉള്ളിലേക്കാക്കുക. ഇതിനൊക്കെ ഈശ്വരൻ എന്തിനാ അറിവിലേക്കാവുക. ഗ്രസിഷ്ണു. പ്രഭവിഷ്ണു ചില പുറത്തേക്ക് വിടുക. പരിപൂർണമായ ഒന്നിന് മാത്രമേ എല്ലാവരും മുഴുകാൻ പറ്റുള്ളൂ, അല്ലേ? അതിനെ എന്തായാലും പറ്റുള്ളൂ, പലതായിട്ട് നിൽക്കാനും പറ്റുള്ളൂ. പലതായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ചെറു അതിന് ഈ അവിഭക്തമായിട്ടുള്ള ഒന്നുണ്ടെങ്കിലേ അതിൽ ചെറുത് നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാറ്റിൻ്റെയും അവസാനം പറഞ്ഞു വരുന്നത് ഈ ലോകത്തിൻ്റെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എല്ലാറ്റിൻ്റെയും ആശ്രയം എന്നുള്ളത് എന്തുണ്ടോ അതിനെയാണ് നമ്മൾ ജ്ഞേയം എന്ന് പറയുന്നത്. ആശ്രയം ഭാഗവതത്തിൽ പറയണു. 2-ാം അധ്യായത്തിൽ 2-ാം സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയണു. അവിടെ 9 കാര്യങ്ങൾ പറഞ്ഞു. അത്ര സർഗോ വിസർഗച്ച സ്ഥാനം പോഷണം മോദയ മന്വന്തര ഈശാനുഗത നിരോധോ മുക്തിരാശ്രയ ദശമസ്യ വിശുദ്ധർത്ഥം നവാനാമിഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേന അർത്ഥേന ചാഞ്ചസ. ഹേ രാജാവേ, 9 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ആശ്രയം. ഇതിൽ ഈ ആശ്രയം എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം മുഴുവനും പറയേണ്ടത്. അതിൽ ആദ്യത്തെ 9 കാര്യങ്ങൾ എന്താണത്? അർത്ഥേന ശ്രുതേന അർത്ഥേന അഞ്ചസ. അഞ്ചസ എളുപ്പം. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെങ്കിൽ ഒരു പ്രവൃത്തി വേണ്ടേ? ഇവിടെ പറഞ്ഞ കഥകളെല്ലാം തന്നെ ഇതിൻ്റെ ആശ്രയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതൊന്നും ഉള്ളതല്ല, കഥകളൊന്നും ഉള്ളല്ലോ. ആശ്രയമേ ഉള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ ഇത് പറഞ്ഞു നിലേ ആവുള്ളൂ. അതുകൊണ്ട് ദ്വാദശത്തിലുള്ള ആശ്രയം, എന്തിനും ആശ്രയം. ഈ ആശ്രയത്തിനൊരു രസിക്കത്തുണ്ട്. നമുക്കിപ്പോൾ ഒരു ആശ്രയം വേണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ വിചാരം നമ്മളൊന്ന് വിട്ടതൊന്നെൻ്റാണ് നമ്മുടെ ആശ്രയം എന്നാണ്. അപ്പം നമ്മൾ കൊടുക്കലേ, കാരണം അയാൾ വിട്ടാൽ നമ്മൾ വീണു, അല്ലേ? ആശ്രയം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? സ്വാശ്രയം, അല്ലേ? സ്വാശ്രയം. ഇപ്പം നമ്മുടെ ഈ രാജ്യത്തിനില്ലാത്ത എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പം മറ്റേതിനെ ആശ്രയിച്ചാൽ നിൽക്കുന്നത്. ആ സ്വാശ്രയം അതേതാ? ബോധം. അവർക്ക് അവിടെ കൊണ്ടുവരുന്നത് ആ ആശ്രയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ. അതാണ് ഇപ്പോൾ തന്നെ മറന്നിരിക്കുകയാണ്. ആ ആശ്രയം ബോധം ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് എന്താവാം? ബോധത്തിന് ബോധമായിട്ടിരിക്കാം, ബോധത്തിന് ഇതൊക്കെ കണ്ടു ചെറുക്കുകയും ചെയ്യാം. എല്ലാം കഴിവുണ്ടല്ലോ, എല്ലാം കഴിവുള്ള ആളല്ലേ ബോധം. ഇപ്പോൾ നമുക്ക് എല്ലാം കണ്ടു ചെറുക്കാനല്ലാണ്ട് ബോധമാവാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമുക്ക് കുറേ ദുഃഖിക്കേണ്ടി വരുന്നത്. ഇവിടെ ഭഗവാൻ പറഞ്ഞത് ക്ഷേത്രജ്ഞനെ അറിഞ്ഞാൽ, ക്ഷേത്രജ്ഞനെ അറിഞ്ഞാൽ പിന്നെ ക്ഷേത്രം അറിയുന്നതിനൊന്നും വിരോധമില്ല. കാരണം അതൊരു രസമാവും. നേരെ മറിച്ച് ക്ഷേത്രത്തിനെ മാത്രം അറിഞ്ഞു, ക്ഷേത്രജ്ഞനെ അറിഞ്ഞില്ലേക്കുക, അപ്പോൾ ദുഃഖവും. നിവൃത്തിയില്ല. ജ്യോതിഷാമി തജ്ജ്യോതി തമസ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്വ വിഷ്ണുതം. വല്ലാത്ത വിഷമമുള്ള സംഘടനയാണ്. ജ്യോതിഷാമപി തജ്ജ്യോതി. ഈ ജ്യോതിഷ പ്രകാശമുണ്ടല്ലോ, ഇവിടെ നമുക്ക് നമ്മുടെ പ്രകാശം സൂര്യനാണ്. ആ സൂര്യന് പോലും പ്രകാശം കൊടുക്കുന്നത് ഈ ബോധമാണ്. ജ്യോതിഷ അതിനൊരു രസമുള്ള ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അനുഭവമുള്ള നോക്കില്ല. ഈ സൂര്യന്
ഇരുട്ടിനെ പ്രകാശിപ്പിക്കാൻ കഴിവില്ല. സൂര്യന് ഇരുട്ടിനെ പ്രകാശിപ്പിക്കാൻ കഴിവില്ല. ഒരു ഗുഹ ഉണ്ടല്ലോ, ആ ഗുഹയുടെ ഉള്ളിൽ ഇരുട്ടുണ്ട്. ആ സൂര്യനെ കൊണ്ടാവില്ല അത് പ്രകാശിപ്പിക്കാൻ. അതെ, എന്താ ഇവിടെ മറണ്ടായപ്പോൾ സൂര്യനെ മറയ്ക്കാലോ, അവളല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടുണ്ടായത് അല്ലേ? ആ സൂര്യന് ഈ ഗുഹയുടെ ഉള്ളിലത്തെ ഇരുട്ടിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുക? സൂര്യൻ്റെ കൊണ്ട് അത് കാണൂല. എൻ്റെ കണ്ണിന് വെളിച്ചും കാണാം ഇരുട്ടും കാണാം അല്ലേ? ഇരുട്ടിനെ ആരാ കണ്ണ്? ഞാനാണ്. അപ്പം എൻ്റെ കണ്ണിനോ ശക്തി സൂര്യൻ്റെ പ്രകാശനോ ശക്തി? സൂര്യന് പ്രകാശമുള്ളത് മാത്രമേ അന്ധകാരം എന്ന് പറയൂ ഇയാൾക്ക്. വയ്ക്കുക സൂര്യന് അന്ധകാരം, സൂര്യൻ്റെ അടുക്ക ഒരിത്തിരി അന്ധകാരം കാണിച്ചു വരുമെന്ന് പറഞ്ഞാൽ സൂര്യൻ കൂട്ടിയാൽ പറ്റില്ല. കാരണം അത് ചെല്ലുമ്പോഴേക്കും അവിടെയൊക്കെ വിളിച്ചോവും അല്ലേ? എനിക്കെന്ത് കാണിക്കാം? വിളിച്ചു കാണിക്കാം, ഇരുട്ടും കാണിക്കാം അല്ലേ? ഗുഹയുടെ ഉള്ളിലേക്ക് സൂര്യൻ്റെ അങ്ങോട്ട് വളഞ്ഞു ചെല്ലില്ലല്ലോ. അതെ, ഞാൻ അന്ധകാരത്തെ പ്രകാശിപ്പിക്കാനുള്ള കഴിവും കൂടി ആർക്കുണ്ട്? എനിക്കുണ്ട്. സൂര്യന് അന്ധകാരത്തെ ഇല്ലാതാക്കാൻ ശക്തിയുണ്ട്, പക്ഷേ അന്ധകാരത്തെ പ്രകാശിപ്പിക്കാനുള്ള കഴിവില്ല, വയ്യല്ലോ സൂര്യൻ്റെ അല്ലേ? മനസ്സിലാവുന്ന അർത്ഥം? സൂര്യന് ഇതൊക്കെ അന്ധകാരവും എന്താണെന്ന് പറയാം അല്ലേ? ഇപ്പോൾ സൂര്യന് നിഴലുണ്ടാക്കാം അല്ലേ? നിഴലിൽ മാറ്റാൻ സൂര്യൻ കൂട്ടിയാൽ പറ്റുക? ഇല്ല, ഞാൻ മാറണേ വേണ്ടേ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലേ അല്ലേ? എനിക്ക് നിഴലുണ്ടാക്കാൻ ആർക്ക് പറ്റും? അതായത് സർവത്ര സ്വതന്ത്രനാണെന്നായി പറഞ്ഞുകൊണ്ടേ, അതിനല്ലേ പറഞ്ഞ് നേയം എന്താന്ന് പറയണം. എന്താ രസമൊക്കെ, ജ്യോതിഷാമപി ജ്യോതി, എല്ലാ ജ്യോതിഷക്കളെക്കാട്ടിലും വലുത് ജ്യോതിഷമാണ്. സൂര്യനെ കാണാനും സൂര്യൻ മറഞ്ഞു എന്ന് പറയാനും ആർക്ക് പറ്റും? എനിക്ക് പറ്റും അല്ലേ? മറന്നിട്ടില്ലെങ്കിലും മറഞ്ഞു എനിക്ക് പറ്റുമല്ലോ. സൂര്യന് അതിനെ മറക്കുകയില്ല, ഒരു ഭാഗമേ ഉള്ളൂ, പ്രകാശമായിട്ട് നിൽക്കുക, അത് മാത്രമേ സൂര്യനാവുള്ളൂ. രണ്ടും ചെയ്യണമല്ലോ. അതായത് സത്തും അസത്തും ഞാനാണെന്ന് പറയുള്ളൂ ഇവിടെ, അത് സൂര്യനാവില്ല. സൂര്യനെ പ്രകാശമായിട്ടേ വയ്ക്കൂ. അന്ധകാരം എന്താ ചെയ്യാൻ നിശ്ചയല്ലേ സൂര്യന്? അവിടെ അധികം പറയും ഇത്തിരി അന്ധകാരം കൊണ്ടുവരും, എന്നിട്ട് ഞാൻ അതിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യേണ്ടത് പറയാം. സൂര്യനെ മറത്തേക്ക് അന്ധകാരം കൊണ്ട് ചെല്ലാൻ പറ്റുമോ? സാധ്യമല്ലല്ലോ. ആത്മാവിനെന്ത് ചെയ്യാം? സങ്കല്പിക്കാനും സങ്കല്പിക്കാതിരിക്കാനും. അതാ അവിടെ കഥ ഈ പറഞ്ഞു വരുന്നതാണ്. സൂര്യന് ഒരു സങ്കല്പം വയ്ക്കൂ, ജ്ഞാനം, വെളിച്ചം, ഇരുട്ട് എന്നുള്ള സങ്കല്പം വയ്യ. അപ്പോൾ സൂര്യൻ വാസ്തവത്തിൽ സ്വതന്ത്രനല്ല. അതെയോ? ആ ആൾക്കാണ് പറ്റുള്ളൂ. ആ സൂര്യന് പ്രകാശം കൊടുക്കുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും പറ്റും. അതാണ് നമ്മളെ, അതാപ്പോൾ പറഞ്ഞു വരുന്നത്. മനസ്സിലാവില്ലേ? ജ്യോതിഷാം അഭി തജ്ജ്യോതി തമസ പരം ഉച്യതേ. അത് തമസ്സിൻ്റെയും അപ്പുറത്താണ് എന്ന് പറയപ്പെടുന്നു. തമസ് ഇരുട്ട്. ഇവിടെ എന്താ അർത്ഥം എടുക്കേണ്ടത്? സങ്കല്പം. ഇരുട്ടൊക്കെ സങ്കല്പമാണല്ലോ. ആ സങ്കല്പത്തിൻ്റെയും അപ്പുറത്താണ് ആര്? ബോധം. ബോധത്തിന് സങ്കല്പിച്ചും കൊണ്ടിരിക്കാം, സങ്കല്പിക്കാണ്ടിരിക്കാനും പറ്റും ഇല്ലേ? സൂര്യനെ സങ്കല്പിക്കുകയും വയ്ക്കൂ. സൂര്യനൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ നിന്ന് വിട്ടിട്ട് നിൽക്കാൻ സൂര്യന് വയ്യ. ഈ പരമാത്മാ നമ്മുടെ ശരീരത്തിലുള്ള ആ ആത്മസ്വരൂപത്തിന് മറയാനും പറ്റും, മറയാണ്ടിരിക്കാനും പറ്റും അല്ലേ? കർത്തും അകർത്തും അന്യഥാ കർത്തും ശക്യം ചൈതന്യം എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ സാധിക്കും. ഈ 5-6 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അത്യന്തം അത്ഭുതങ്ങളാണ്. കാരണം ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ചെറിയ എങ്ങനെയാണ് ജീവിക്കേണ്ടത് കഴിഞ്ഞുകൂടെന്നൊക്കെ അതിലല്ലാണ്ട് അതിനെന്താ സാധിക്കുക? എന്താ ജീവിതം? ജീവിതം എന്ന് പറഞ്ഞാൽ അപ്പോൾ ത്രിപുടിയാണ് അല്ലെ? അനുഭവം ഉണ്ടാകും. അപ്പോൾ ത്രിപുടി സത്യമല്ല. അപ്പോൾ അനുഭവിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയാൽ പോരാ, അനുഭവിക്കുന്നേ നേരെയാവണം. അനുഭവിക്കുന്നവനും അനുഭവമുണ്ടെങ്കിൽ 3 ഉണ്ടാവും. അപ്പോൾ അത് നേരെയാവില്ല. അതിൻ്റെ അപ്പുറത്ത് എന്താവണം? അനുഭവമല്ല, അറിവാവണം എന്ന് പറയാനാണ് അപ്പോൾ ഈ കൊണ്ടുവരുന്നത്. ഈ ശരീരം എന്നുള്ളത് നമ്മുടെ ജീവിതമൊക്കെ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. അതിൽ അനുഭവമാണത്. അതിലും താഴെയാണ് വിശ്വാസം. അധികം ആളിന് അനുഭവവും ഇല്ല. എത്രയോ അധികം ആൾ വെറും മൂഢവിശ്വാസത്തിലായിരിക്കണം. 95 ആളും വെറും വിശ്വാസത്തിലായിരിക്കണത്. കുറച്ച് ആളുകളെ ഒന്ന് അനുഭവം ഉണ്ടെന്ന് വിചാരണുള്ളൂ. ആ അനുഭവമുള്ള ആളുകളുമായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിഞ്ഞാൽ എന്താവും? അറിവാവും. ആ അറിവിലാണ് അനുഭവം. അത് അറിവ് എന്താണെന്നാണ് അവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് പറഞ്ഞുതരാൻ നല്ല പ്രയാസമുണ്ട്. കാരണം നമ്മൾ ആ ലെവലിലല്ല നിൽക്കുന്നത്. വിഷമം ഉണ്ടായിട്ടല്ല, മനസ്സിലാക്കാൻ വിഷമല്ല, നമുക്കതിനുള്ള കഴിവില്ല. അപ്പോൾ കാരണം നമ്മൾ വേറെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഏതിനെ? അനുഭവിക്കുന്നവനായിട്ടാണ് നിൽക്കുന്നത്. ആ അറിവായിട്ട് അവിടെ നിൽക്കുമ്പോൾ പിന്നെ അനുഭവവും ഇല്ല, വിശ്വാസവും ഇല്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ എല്ലാം ഉണ്ട്. അത് പൂർണ്ണമായി. നമ്മൾ അപൂർണതയിലാണ് നിൽക്കുന്നത്. അതിനെ
ഇവിടെ ക്ഷേത്രത്തിൻ്റെ വിഭാഗത്തിന് ആവശ്യം തന്നെ. ഇത്തിരി കഴിഞ്ഞാൽ ഇത് രണ്ടും ഇല്ല, ക്ഷേത്രവും ഇല്ല ക്ഷേത്രജ്ഞനും ഇല്ല, അതിൻ്റെ അപ്പുറത്താണ്. അത് പറയുക, അത് വാക്കിനും ഇതിനൊക്കെ യഥോ വാച നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്നുകൊണ്ട് മനസ്സിനും വാക്കിനും ഒന്നും എത്താൻ പറ്റാത്ത അതാവുകയ്ക്ക് പറഞ്ഞു. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. എല്ലാവരുടെയും ഹൃദയത്തിൽ അതിരിക്കണം. പലർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ വിചാരം ഈ പമ്പിന്ന് അതെന്ന്, അതല്ല ഹൃദയം. അത് നമ്മുടെ ബുദ്ധിയുടെയും അപ്പുറത്തും ഉണ്ടാകുന്ന. ഇപ്പോൾ ഒരാളെ വല്ലാണ്ട് തന്നെ അടിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഓ ഒരു ഹൃദയം ഇല്ല ആൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആൾക്ക് ഇങ്ങനെ പമ്പ് ചെയ്യണില്ലെന്ന് ഇലക്ട്രിസിറ്റി ഈ രക്തം അല്ല, ദയ നല്ല സൽഗുണങ്ങളുണ്ടല്ലോ അതൊന്നും ഇല്ലയെന്ന്. ഈ സൽഗുണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഞാനും അവനും ഒന്നാം തോന്നുമ്പോഴാണല്ലോ സൽഗുണ സ്നേഹമൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടല്ലോ. അപ്പോൾ അതായത് ആത്മതത്വമുള്ള ആൾക്ക് എന്തുള്ളൂ? ഹൃദയമുള്ളൂ. ആത്മഭാവന ഇല്ലാത്ത ആൾക്ക് ഹൃദയമില്ല. ലോകത്ത് നടക്കുന്നതാണ് ഹൃദയമില്ലാത്ത പണികളാണ്. കാരണം അവൻ വേറെയും ഞാൻ വേറെയാണെന്നാണ് ധരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം. നേരെ മറിച്ച് അവനും ഞാനും ഒന്നാന്ന് പറഞ്ഞാൽ എന്തായി? അപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് ബുദ്ധിയുടെയും മേലെ നിൽക്കുന്ന. ഇപ്പോൾ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് നന്നായില്ല കേട്ടോ എന്ന് അതിന് ആലോചന തന്നെ വേണ്ട, അത് പറയും. അത് ഹൃദയം കൊണ്ട് പറയുന്നതാണ്. അതായത് ബുദ്ധിയുടെയും മേലുള്ള ഒരു ഭാവമുണ്ട്, അതാണ് ഹൃദയം. അതിലാണ് ആരിയ്ക്കുന്നത്? ഈ ബോധം ഇരിക്കുന്നത്. ആ ബോധം തന്നെയാണ് ഹൃദയം. അത് സാധിക്കുന്നു. അങ്ങനെ ഇത് സാധിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ശ്ലോകങ്ങളിൽ ജ്ഞേയം എന്താണ്, അറിയപ്പെടേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു കൊണ്ടുവന്നത്? അതിനെ അറിയാൻ പറ്റില്ല, അതാവാനേ പറ്റൂ എന്നാണ് പറയുന്നത്. അറിയപ്പെടുന്നത് എന്താണെന്നാണ് പറഞ്ഞു നോക്കാം. ഈ പറഞ്ഞ പ്രകാരം ഇതൊന്നും പറഞ്ഞാൽ അറിയാൻ പറ്റില്ല ഇതും. കാരണം അത് ആവുക വയ്ക്കൂ, അറിഞ്ഞാൽ പോയി. കാരണം ഈ പൂർണ്ണത വരില്ലല്ലോ. ഇത് ക്ഷേത്രം തഥാജ്ഞാനം ജ്ഞേയം ചോക്തം സമാസത മദ്ഭക്ത ഏതത് വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. നല്ല ശ്ലോകം. ഇത് ഇങ്ങനെ ക്ഷേത്രം തഥാജ്ഞാനം, ക്ഷേത്രത്തെ പറ്റി ചോദിച്ചാൽ പരിമിതമായത്, ക്ഷേത്രജ്ഞൻ പറഞ്ഞാൽ പൂർണ്ണമായതിനെ പറ്റിയിട്ട് സമാസത, സമാസ കൂട്ടിച്ചേർത്തിട്ട്, അവ തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു. മദ്ഭക്ത ഏതത് വിജ്ഞായ, എൻ്റെ ഭക്തൻ ഏതത് ഇതിനെ വിജ്ഞായ അറിഞ്ഞിട്ട് മദ്ഭാവായോപപദ്യത, എൻ്റെ ഭാവത്തെ അവൻ പ്രാപിക്കുന്നു. വളരെ ശ്രദ്ധിക്കാൻ രസമുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഒരു ഇരക്കലാണ്. ഈശ്വരനോട് നമുക്ക് പലതും കിട്ടണില്ല. അത് കിട്ടിയാൽ അദ്ദേഹം ശക്തനാണ്, അതൊന്ന് കിട്ടിയാൽ കൊള്ളാൻ പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു ഏജൻറ്റ് മാതിരിയാണ് അദ്ദേഹമൊക്കെ ഉണ്ടാക്കി തരണം. ഭക്ത വിചാരങ്ങൾ തന്നെ കൂടിയിട്ട് അതൊരു നിലയിൽ നിൽക്കുന്നതാണ് സാധാരണ ഭക്തൻ എന്ന് പറഞ്ഞത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഗീത പറയുന്നു, അതല്ല ഭക്തൻ. മദ്ഭക്ത, എൻ്റെ ഭക്തൻ ആരാണ്? ഏതത് വിജ്ഞായ, ഞാനീ പറഞ്ഞത് അറിയുന്നവനാണ് ഭക്തൻ. ഏതെന്ന്? ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ല, ബോധം മാത്രമേ ഉള്ളൂ, രണ്ടില്ല. രണ്ട് തോന്നുന്നതൊക്കെ സങ്കല്പമാണ്, സങ്കല്പത്തിന് അതീതമാണ്. അപ്പോൾ ഭഗവാന് എന്തെങ്കിലും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാനില്ല. താൻ തന്നെ ആര്? ഭക്തൻ. അതാണ്. ആരാണ് ഭക്തൻ? മൽ ഭക്ത എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭക്തൻ. ആരെയായി ഭക്തൻ? ഏതത് വിജ്ഞായ, ഇത് അറിഞ്ഞിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് അറിഞ്ഞാൽ പിന്നെ അയാൾ നിന്നിട്ട് അമ്പലത്തിൽ പോകും. എന്തിന്? മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അയാൾക്കൊന്നിൻ്റെ ആവശ്യമില്ല, കാര്യമില്ല. കാരണം അയാൾ ഈശ്വരനായി അല്ലേ, അഹം ബ്രഹ്മാസ്മി എന്ന് അറിഞ്ഞിട്ടും ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ പോകുന്നത്. നമ്മളങ്ങനെയില്ല, നമ്മളൊന്നുമില്ല, വസലി എരപ്പാളികളും ഇറക്കാൻ പോവുക. കാരണം നമ്മൾ ശരീരമെന്ന് ധരിച്ചിരിക്കുകയാണ്. അതാണ് എരപ്പാളിത്വം. ഞാൻ പരിമിതനാണെന്ന് ചോദിക്കുമ്പോഴല്ലേ ഇറക്കൊണ്ടു, ഞാൻ പൂർണ്ണനായി വേണ്ടു. അപ്പോൾ ഗീത വളരെ വ്യക്തമായിട്ട് പറയണു, ഭക്തൻ എന്ന് പറയുന്നത് ആരാണ്? അറിവ് അല്ലെങ്കിൽ പരമജ്ഞാനിയാണ്. 7 ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതഋഷഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, അങ്ങനെ പലരുണ്ട്. അത് നല്ലവരനെ. ഇതൊന്നുമല്ല ജ്ഞാനി. ജ്ഞാനി ആത്മൈവ മതം, ജ്ഞാനി എന്നുള്ളത് ഞാനും ഒന്നന്നെയാട്ടോ എന്ന് 7 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളെ ജ്ഞാനി ഭക്തനാ. എന്തിനാ അങ്ങനെ പറഞ്ഞാൽ വെറും ജ്ഞാനി ശുഷ്കജ്ഞാനായിരിക്കുക, ഈ ലോകമൊന്നും ഇല്ല എന്ന് അയാളാ പറയും. അപ്പം നിങ്ങളുണ്ടോ? ഈ പറയുന്ന ആൾ ഉണ്ടോ? അയാളുണ്ടോ പറഞ്ഞാൽ അത് പരിമിതമാണല്ലോ. അപ്പോൾ ലോകമില്ല. അയാൾക്ക് വാസ്തവത്തിൽ ഈ നാവോണ്ടേ പറഞ്ഞിട്ടുള്ളൂ ലോകമില്ലയെന്നേ. അയാൾക്ക് ബോധം വന്നാൽ അയാൾ പറഞ്ഞു ലോകമുണ്ട്, ഞാനും ഉണ്ട്, ഈശ്വരനും ഉണ്ട്, ഒന്നേ ഇവിടെ ഉള്ളൂ. വാസുദേവ സർവമിതി എന്ന് അതിന് ചോട്ടിൽ വരുന്നുണ്ട്.
ഇതൊക്കെ ഈശ്വരനാണെന്ന് അറിയുന്ന ആൾ. എന്നിട്ട് എന്ത് വേണം? ഇവിടെ ജീവിക്കും വേണം. അപ്പോഴേ എൻ്റെ രസമുള്ളൂ അല്ലേ? എല്ലാം വെറും ബ്രഹ്മമായിട്ടിരുന്നാൽ പിന്നെ ആർക്കു വേണ്ടിയിരുന്നത്? ബ്രഹ്മൻ ഈ നാടകമൊക്കെ കഴിക്കും വേണം, നാടകമാണെന്ന് അറിയും വേണം, അത് സന്തോഷിക്കും വേണം. ഇതാണ് പരമഭക്തൻ. അല്ലാണ്ട് ഇറക്കുന്ന ആളല്ല. മത്ഭക്ത ഏതദ്വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. അവൻ എൻ്റെ ഭാവത്തിനെ, എൻ്റെ ഭാവം വെച്ചാൽ അർത്ഥം സർവാത്മഭാവം, സർവാത്മഭാവത്തെ ഉപപദ്യതയെ പ്രാപിക്കുന്നു. ആര്? പരമജ്ഞാനി. ഇവിടെ ഭക്തൻ ഞാൻ ജ്ഞാനിന്ന് തന്നെ എടുക്കണം. ജ്ഞാനി ഭക്തൻ, വെറും ഭക്തനല്ല. അവിടെ എത്തുന്നു. എങ്ങനെ പറഞ്ഞ് വളരെ ഗംഭീരമായൊരു ഭാഗം. എത്ര ശ്രദ്ധിച്ചാലും എത്ര പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് ബോധിക്കാൻ വളരെ പ്രയാസമുണ്ട്. ആ ബോധിക്കല്ല, വീണ്ടും പറഞ്ഞല്ലോ, അതാവുക വേണ്ടത്. അത് മെല്ലെ മെല്ലെ ക്രമത്തിൽ അങ്ങോട്ട് ആവും എന്നുള്ളത് മഹർഷിമാർ പറയണു, അനുഭവിച്ചവർ. അപ്പോൾ അനുഭവിച്ചത് പറഞ്ഞ ആൾ നമുക്ക് സ്വീകരിക്കണമല്ലോ. അനുഭവം ഇല്ലാത്തതൊന്നുമല്ല, വെറുതെ ആരെങ്കിലും പറയില്ല. അപ്പം പറഞ്ഞ ആൾ ശ്രീരാമസ്വാമിസരും രമണ മഹർഷിയൊക്കെ അത് അനുഭവിച്ച് ഇവിടെ ജീവിച്ച് നടന്ന കൂട്ടരാണ്. ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ശരീരമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവരാൾക്ക് പറ്റിച്ചാൽ നമുക്കും പറ്റണം അല്ലേ? അത് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം നിർത്തുകയാണ്. മെല്ലേത് പോകാൻ പറ്റുള്ളൂ. എന്താ ചെയ്യുക? ഇനി ഇതേ കാര്യം ശരീരം ശരീരി എന്നുള്ളതിനെ മാറിയിട്ട് പ്രകൃതി പുരുഷൻ എന്ന് പറഞ്ഞിട്ട് പറയാൻ പോകണം. ഇതന്നെ കാര്യം ഒന്ന് തന്നെ. അവിടെ പേരൊന്ന് മാറ്റി. അവിടെ ശരീരം ശരീരി എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അതിന് പകരം പ്രകൃതി പുരുഷൻ. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകർഷയാണ് കൃതി അല്ലെങ്കിൽ മാറ്റം വരുന്നതെന്ന് അർത്ഥം. പ്രകൃതി. പുരുഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം വരാത്തത്. ഏതുപോലെ ശരീരം എന്ന് പറഞ്ഞാലും ശരീരി എന്ന് പറഞ്ഞല്ലോ. നമ്മളവിടെ പറഞ്ഞു ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ഇതൊക്കെ കാര്യം തന്നെ. അത് വേറൊരു തരത്തിൽ പറയാൻ പോവാണ്. പ്രകൃതിയും പുരുഷം ചെയ്യുക. നിർത്തണോ? പ്രകൃതിയും പുരുഷം ചെയ്യുക വിദ്യനാദി ഉഭാവപി വികാരാംശ ഗുണാംശൈവ വിദ്ധി പ്രകൃതി സംഭവൻ. ഈ പറഞ്ഞ തന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചാൽ ബുദ്ധിമുട്ടില്ല. പ്രകൃതിയും പുരുഷം ചെയ്യുക. പ്രകൃതി വെച്ചാൽ പരിമിതം, മാറ്റം വരുന്നത് അല്ലെങ്കിൽ സങ്കല്പം. പുരുഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം വരാത്തത്, സർവത്വം എന്ന് പറഞ്ഞത് സങ്കല്പരഹിതം. ചെയ്യുക വിദ്ധി അനാദി ഉഭാവപി. ഇത് രണ്ടും അനാദിയാണ്. ചലോ എന്നേ തുടങ്ങിയതെന്ന് പറയാൻ വയ്യ. രണ്ടും ഉണ്ട്. കാരണം എപ്പോൾ ആ ഈശ്വരൻ്റെ ബോധമുണ്ടോ ആ ബോധത്തിൽ അപ്പം തന്നെ ഉണ്ടല്ലോ ഈ സങ്കല്പശക്തി. അപ്പോൾ ബോധം കുറെ ഉണ്ടായിട്ട് ഒരു 5-8 കൊല്ലം കഴിഞ്ഞാൽ സങ്കല്പം വന്നത്. അങ്ങനെയൊന്നുമില്ല. എപ്പോൾ ബോധമുണ്ടോ അപ്പം സങ്കല്പം ഉണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യാൻ ബോധത്തിന് സങ്കല്പരഹിതനായിട്ടും സങ്കല്പസഹിതനായിട്ടും നിൽക്കാൻ പറ്റും. ആർക്ക്? പുരുഷന്. പ്രകൃതിക്ക് അത് വയ്യ. സങ്കല്പിച്ചാൽ ഉണ്ട്, സങ്കല്പിച്ചില്ലെങ്കിൽ ഇല്ല. ഭഗവാനിൽ ലയിച്ചാൽ പിന്നെ പ്രകൃതിയില്ല. സാധിക്കും. പ്രകൃതിയും പുരുഷൻ ചെയ്യുക വിദ്ധി അനാദി. ഇതിനൊന്നിനും ആദിയില്ല. ഒരു വ്യത്യാസമുണ്ട് പുരുഷനും പ്രകൃതിക്കും വരെ. പുരുഷൻ അനാദിയാണ്, അനന്തവുമാണ് പുരുഷൻ. പ്രകൃതി അങ്ങനെയല്ല, അനാദിയാണ്, സാന്തമുണ്ട്, അവസാനമുണ്ട്. അതെ, പ്രകൃതി അനാദിയാണ്. എപ്പോൾ ബോധം ഉണ്ടായോ അപ്പോൾ ബോധത്തിന് സങ്കല്പശക്തി ഉണ്ടല്ലോ. അത് ബോധം ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് സങ്കല്പശക്തി ഉണ്ടായത്. അനാദി, ആദിയില്ല. സങ്കല്പം എന്നല്ലോ ബോധത്തിന്റെ ഒരു കഴിവല്ലേ ഈ സങ്കല്പം, അല്ലേ? ബോധത്തിന്റെ കഴിവല്ലേ. അപ്പോൾ ബോധം ഉണ്ടായപ്പോൾ അപ്പം തന്നെ ഉണ്ടാവണ്ടേ സങ്കല്പവും, അല്ലേ? ബോധത്തിന്റെ കഴിവാണ് സങ്കല്പം. അപ്പോൾ രണ്ടും, സങ്കല്പവും ബോധവും അനാദിയാണ്. എന്താ വ്യത്യാസം വെച്ചാൽ ബോധത്തിന് സങ്കല്പരഹിതനായിട്ട് നിൽക്കാനും സങ്കല്പസഹിതനായിട്ട് നിൽക്കാനും പറ്റും, അല്ലേ? പുരുഷൻ. അപ്പോൾ പുരുഷൻ അനാദിയാണ്, അനന്തമാണ്. പ്രകൃതി അനാദിയാണ്, സാന്താണ്, അവസാനമുണ്ട്. പുരുഷൻ ഇനി സങ്കല്പിക്കില്ലായിരിക്കുക. അപ്പോൾ പ്രകൃതി അതിൽ ലയിച്ച് അവിടെ നിൽക്കും, പുറത്ത് കാണാൻ സാധിക്കില്ല. അതാ പറഞ്ഞത്. മനസ്സിലാവില്ല പറഞ്ഞത്? പ്രകൃതിയും പുരുഷൻ ചെയ്യുക വിദ്യ അനാദി ഉഭാവപി വികാരാംശ ഗുണാംശ ചെയ്യുക. വികാരങ്ങൾ വിശേഷേണ ഉള്ള ആകാരങ്ങൾ, മാറ്റങ്ങൾ. ആകാരം വെച്ചാൽ മാറ്റമാണല്ലോ. വികാരാംശ ഗുണങ്ങളും 3 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്വം, രജസം. അതൊക്കെ വിദ്ധി പ്രകൃതി സംഭവൻ. ഈ മാറ്റങ്ങളൊക്കെ പ്രകൃതിയിലാണ്, പുരുഷനിലില്ല. സങ്കല്പമൊക്കെ പ്രകൃതി. ആ സങ്കല്പത്തിലേ മാറ്റം വരാൻ വയ്ക്കൂ. ബോധത്തിനൊരു വ്യത്യാസമില്ല. നല്ലതാണെന്ന് സങ്കല്പിക്കുന്നതും ചീത്തയാ സങ്കല്പിക്കുന്നതും ആ മാറ്റങ്ങളൊക്കെ വരുന്നത് ഇവിടെ പ്രകൃതിയിലാണ്, ബോധത്തിനൊന്നുമില്ല. ഏതുപോലെ ലൈറ്റ് വന്നാൽ അത് റിഫ്ലക്റ്റ് ചെയ്യും കണ്ണാടി, അല്ലാണ്ട് അത് സ്വീകരിക്കുകയൊന്നുമില്ല. റിഫ്ലക്ഷൻ പലതരത്തിലാവാം.
നല്ലതാവാം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കുറച്ച് ഇരിക്കണ്ടാവും. അതൊക്കെ കണ്ണാടിയേ, ലൈറ്റിന് ഇതൊന്നും ബാധകമല്ല. അങ്ങനെ പ്രകൃതിക്ക് പുരുഷനും വികാരം പ്രകൃതി സംഭവാൻ കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതു രുച്യതേ. കാര്യകാരണ കർത്തൃത്വേ ആദ്യം പറഞ്ഞാൽ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. കാരണം കാര്യമാവുക എന്നൊന്നുണ്ടല്ലോ, വാസ്തുവിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം സമയം വേണം, സ്ഥലം വേണം, ഇതൊക്കെ സങ്കല്പമാണ്. അപ്പോൾ കാര്യം കാരണമായി എന്നുള്ള അതിന് ഹേതു അല്ലെങ്കിൽ അതിൻ്റെ കോസ് ഉണ്ടല്ലോ, അതാരാണ്? പ്രകൃതി ഉച്യത, പ്രകൃതിയാണ് എന്ന് പറയപ്പെടുന്നു. അർത്ഥം അല്ല എന്നർത്ഥം. സങ്കല്പത്തിന് പറയണുള്ളൂ, പറയപ്പെടുന്നു. കാരണം സങ്കല്പത്തിനൊന്നും വയ്യ. ആ സങ്കല്പിച്ചതൊക്കെ ശരിയാണെന്ന് പറഞ്ഞുണ്ടാക്കി തരുന്നത് ബോധ അല്ലേ? ബോധം ഉണ്ടാവുകൊണ്ടാണല്ലോ ഇതൊക്കെ സാധിച്ചത്. അപ്പോൾ പക്ഷെ നമ്മളെന്ത് വിചാരിക്കുന്നു? സങ്കല്പം കൊണ്ടാണ് അതൊക്കെ ഉണ്ടായതെന്നാണ് ഇപ്പോൾ നമ്മൾ ധരിക്കുന്നത്. അങ്ങനെയല്ലേ? അതാണ് പറഞ്ഞത്. കാര്യകാരണ പണ്ടം അല്ലെങ്കിൽ സ്വർണം പണ്ടമാവണമല്ലോ, അതിൽ കർത്തൃത്വേ ഹേതു സ്വർണ്ണമാണോ അതിന് കാരണം പണ്ടാവാൻ? അല്ല, തട്ടാനാ. തട്ടാല്ലെങ്കിൽ പണ്ടാവൊന്നുമില്ല. തട്ടാന്ന് പറയുന്നത് ബോധമുള്ള ഒരാൾ അല്ലേ? മറ്റേത് ഇതിന് ബോധമില്ലല്ലോ. ഈ സ്വർണം പണ്ടായി എന്ന കാരണം കാര്യമായി എന്ന് തോന്നണത് ആര് കൊണ്ടാണ്? പക്ഷെ നമ്മളെന്താ വിചാരിക്കുക? സ്വർണം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്നാ. സ്വർണം ഒന്നും ചെയ്യണില്ല, അതിനൊന്നും വയ്യ. കാരണം ജഡാണ് സങ്കല്പം. കാര്യകാരകർത്തത്തെ ഹേതു പ്രകൃതി ഉച്ചത പറയപ്പെടുന്നു വെച്ചാൽ അങ്ങനെയല്ലാന്നർത്ഥം. അങ്ങനെ പറയപ്പെടുന്നു വെച്ചാൽ അയാൾ വലിയ മോശക്കാരനാണ് ആൾ പറയപ്പെടുന്നു വെച്ചാലോ അല്ലാന്നർത്ഥമല്ലേ? പറയപ്പെടുകയാണേ, അങ്ങനെയല്ലോ പ്രകൃതിച്ചത് പുരുഷ. അപ്പോൾ ഈ ജഡമാണ് എന്ത് ചെയ്തത്? പലതരം നാമരൂപങ്ങളായിട്ട് മാറുന്നത്. പുരുഷ അല്ലേ സുഖദുഃഖാനം ഭോക്തൃത്വേ ഹേതുരുച്ചത്. ഇത് ആ പണ്ടങ്ങളിങ്ങനെ മാറുമ്പോൾ അതിന് സ്വർണത്തിനോ ചങ്ങലയ്ക്കോ സന്തോഷവും ദുഃഖവും ഒന്നുമില്ല ഇല്ലേ? സുഖിക്കുന്നു ദുഃഖിക്കുന്നത് ആരാണ്? പുരുഷൻ. ഇതാ പുരുഷ സുഖദുഃഖാനം, അതിലുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ അതും ഇയാളുടെ സങ്കല്പമാണ്. മറ്റേല് ഈ പ്രകൃതിയുടെ സാധനത്തിലെ സുഖ മാറ്റങ്ങളാണ് പണ്ടങ്ങളും സ്വർണ്ണങ്ങളും. അതിൽ സുഖദുഃഖം ഉണ്ടാക്കുന്നത് ആരാ? ഞാൻ, പുരുഷൻ അല്ലെ? ഒരു വിദ്യയായ പുരുഷൻ. കാരണം ഞാനിതൊക്കെ എങ്ങനെയാണ് അതിലായിന്ന് അയാൾ വിചാരിക്കുക, സങ്കല്പിച്ചിട്ട് ആ സങ്കല്പം ഞാൻ അങ്ങനെയാണെന്ന് ധരിക്കുക. വാസ്തവത്തിൽ ഞാനാ സങ്കല്പിച്ചത് ഈ പണ്ട എനിക്കിഷ്ടം, ആ പണ്ട എനിക്കിഷ്ടമില്ല എന്നൊക്കെ. ആ സങ്കല്പം കളഞ്ഞാൽ എനിക്ക് ഇതൊന്നുമില്ല. അപ്പോൾ അതിൽ സുഖവും ദുഃഖമൊക്കെ ഇല്ലാണ്ടാക്കാൻ ആർക്ക് പറ്റുള്ളൂ? ബോധത്തിന് പറ്റുള്ളൂ. പണ്ടത്തിനൊന്നുമില്ല അല്ലേ? അതിനെ പ്രകൃതി വെച്ച് പുരുഷ സുഖദുഃഖാനം ഭോക്തൃത്വേ, ഭോക്തൃത്വത്തിന് ഹേതു. ഇപ്പോൾ ഇന്നൊരു സാധനം ഭക്ഷണം എനിക്കിഷ്ടമാണ്, മത്സ്യമാംസങ്ങൾ ഇഷ്ടമല്ല, എനിക്ക് മറ്റു നല്ലതും ഇഷ്ടമാണ്, ഞാൻ സങ്കല്പിച്ചതാണ് അല്ലേ? അതൊക്കെ എൻ്റെ വക സങ്കല്പ. ഇതിൽ രണ്ടുമില്ല. ഈ ഭക്ഷണത്തിന് ഒന്നും പറയാൻ ശരിയില്ല, അതങ്ങനെ നിൽക്കണമെന്നല്ലണ്ടേ. നമ്മൾ സങ്കല്പം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്ന അറിയോ? ഇതൊക്കെ കേൾക്കുന്ന ആൾ നമുക്കൊക്കെ വേണം വേണ്ടാത്തതൊന്നും സങ്കല്പിക്കരുത്. സങ്കല്പിക്കാതിരിക്കാൻ കഴിവ് നോക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിൽ സങ്കല്പമൊക്കെ പോകണമല്ലോ, അതിനൊരു കഴിവുണ്ട് തീർച്ചയായും. അത് മാത്രമല്ല അതുമാതിരി ശ്രമിച്ചാൽ സമാധിയിൽ സാധിക്കുന്നതായിട്ടും കാണുന്നു കൂടെ. അപ്പോൾ നമ്മൾ നീന്താൻ പഠിച്ച ആളുകൾക്ക് നീന്താൻ പറ്റണു. നമ്മൾ നീന്താൻ എനിക്ക് പറ്റുന്നില്ല പറഞ്ഞില്ല, നിങ്ങൾ പഠിക്കും. അതുപോലെ നമ്മളിപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഇന്നലെ ഗീത കേൾക്കുന്നത് സമാധിസ്ഥനാവാനാണ്. സമ്മഗ്ഗമുള്ള ആ വേണ്ടവല്ല ബുദ്ധിയാവാൻ, അനക്കമില്ലാതെ. ഇതിനായി ഗീത വായിക്കുന്നതും പറയുന്നതും ഞാൻ പറയുന്നത് നമ്മൾ ജീവിതം മുഴുവൻ തന്നെ ആവശ്യം സമാധിസ്ഥനാണ്. അതാണ് ചിത്തപ്രജ്ഞനാവള്. അതിൽ ആണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ഭുങ്ക്തേ പ്രതിജാൻ ഗുണൻ. ഇനി അതിൽ കാരണം ഗുണസംഘസ്യ സദസ ജന്മസു. കാരണം ഗുണസംഘ, ഈ സത് അസത്ത് യോനി. സത്തും അസത്തും വെച്ചാൽ നല്ലതും ചീത്തയായ യോനി എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം അല്ലെങ്കിൽ ഉറവിടം എന്നർത്ഥം. ഈ പലതരത്തിലുള്ള നമ്മൾ 4 തരത്തിലുള്ള ജീവന്മാരാണ് ഇവിടെ ഉള്ളത്. അറിയോ നമുക്ക്? ഒന്ന് എന്താ പറയുക, മുട്ട വിരിഞ്ഞിട്ട് അല്ലെങ്കിൽ വിത്ത് മുട്ട വിരിഞ്ഞിട്ട് അങ്ങനെ ഒന്ന്. 2 എന്താ പ്രസവിച്ചിട്ട് ഉദ്ബീജം. പിന്നെ ഒന്നുള്ളത് വിയർപ്പ് ഉണ്ടാവുന്നുണ്ട്. ഒന്നും കൂടി ഉണ്ടല്ലോ, 4 തരത്തിലുണ്ട്.
ജരായുജം, അതാണ് ഈ പ്രസവിക്കുന്നത്. ഉദ്ഭിജം മുറിച്ച് കുത്തിയ ഉണ്ടാവുന്നത്, മുറിച്ച് കുത്തിയൊക്കെ. അങ്ങനെ 4 തരത്തിലുള്ള കാര്യങ്ങളുണ്ടാണ്. ഇതൊക്കെ ഉണ്ടാവാനും കാരണം അതാ പറഞ്ഞത്, സദസ യോനി ജന്മസു, സത്തും അസു ഇതിനൊക്കെ കാരണം എന്താണത്? കാരണം ഈ ഗുണസംഗണം, ഗുണങ്ങളോടുകൂടി ഒട്ടുക. രജസ് സത്വം തമസുണ്ടല്ലോ, അതില്ല, നമ്മൾ ഒട്ടണില്ലായിരിക്കുക. എന്നാൽ എന്തില്ല? ജനന മരണം ഇല്ല. കാരണം ആ 3 എന്തിനധികം, അവ 3 ഒരുപോലെ നിൽക്കുമ്പോഴും പോലും ഇവിടെ എന്തില്ല, ഈ പ്രകൃതിയില്ല. പ്രകൃതി എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളാണ്. അവ 3 ഒരുമിച്ച് നിന്നാൽ അപ്പോൾ ഇതില്ല, അവ ഇല്ലാണ്ട് ആവില്ല. അതിൽ ഇത് നമ്മൾ അതിനോടുകൂടി ഒട്ടുക. കാരണം സംഘം ഒട്ടൽ, ആ വാക്ക് വേണ്ട പറഞ്ഞോ, സം ഗം, സം ച വേണ്ട പോലെ, ഗം ച ഒട്ടുക. അതാണ് ഇംഗ്ലീഷിൽ ഗം ച പശാന്നർത്ഥമാണല്ലോ, ഗം എന്നല്ലേ പറയാം. സം ഇതെന്ന് വന്നതാണ് സംഘം, വേണ്ട പോലെ ഒട്ടുക. ഒട്ടണമെങ്കിൽ 2 ഉണ്ടാവുള്ളൂ, ഒന്നായി ഒട്ടുണ്ടല്ലോ, ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഞാനും ആ സാധനവും ഒന്നാണെന്ന് അവിടെ ഒട്ടി, എനിക്കത് കിട്ടിയ സുഖമാണെന്ന് ഞാൻ സങ്കല്പിച്ചു. അപ്പോൾ എന്തായി? സത്തും അസത്തും. സത്ത് വെച്ചാൽ ഇവിടെ പറഞ്ഞ് ഓർമ്മണം, ഉള്ളത്. അസത്ത് ഉണ്ടായത്, അല്ലേ? ആ മൈലുള്ള ഈ പല ഇതിലും ജീവിക്കാനുള്ള കാരണം മുഴുവനും എന്തുണ്ടാവുകൊണ്ടാണ്? നമ്മൾ ഈ സംഘം വരുകൊണ്ടാണ്. സംഘം എന്ന് പറയുന്നത് സങ്കല്പം. അപ്പോൾ സങ്കല്പം ഇല്ലാണ്ടാക്കാൻ പറ്റും. കാരണം മനസ്സിലാവും. ഈ അടുത്ത ശ്രവണി വായിച്ചിട്ട് നിർത്താം. ഉപദ്രഷ്ടാനുബന്ധാച ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപര. എങ്ങനെയാണ് ഇതിങ്ങനെ വളരുക എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കും, ആർക്കൊന്നും കൊടുക്കുകയൊന്നുമില്ല. ജീവിതത്തിൽ എല്ലാവരും അങ്ങനെയാണ്. സ്വാർത്ഥ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവുക, അത് കഴിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവുണ്ടല്ലോ, ഉപദ്രഷ്ട, നോക്കി നിൽക്കുകയുള്ളൂ, ഒന്നും പറയില്ല, ഒരക്ഷരമില്ല, ഇങ്ങനെ പരിവയ്ക്കും ഉപദ്രഷ്ട. അങ്ങനെ ഇരിക്കണം. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരാൾ വന്ന് വല്ലാണ്ട് വെച്ചിട്ട് വയ്യാന്നുള്ളൂ. ഇയാൾക്ക് ഒരു പാവം തോന്നി. അന്ന് ഇത്തിരി ചോറ് എടുത്തിട്ട് ഇതേ ഉള്ളൂ, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അതിൽ പോയാൽ അന്ന് വൈകുന്നേരം ഇയാൾ കിടക്കുമ്പോൾ ഒരാൾ ഉള്ളുന്നിങ്ങനെ പറയും, എന്തെന്ന്, നന്നായിട്ടോ ചെയ്തത്. ഇങ്ങനെ ഇതേവരെ മറ്റേ ഇയാളെന്തെങ്കിലും ത്യാഗമൊന്നും ചെയ്യാറില്ലല്ലോ, അപ്പോൾ ഒന്നും പറയാറില്ല. താൻ മാനും മറ്റേ ആൾ ഒന്നാണെന്ന് തോന്നിയല്ലോ, എന്നിട്ടല്ലേ കൊടുത്തത്, നന്നായിട്ടോ നന്നായിട്ടോ. അതാണ് ഉപദ്രഷ്ട. അനുമന്ത അനുമതിക്കും, നന്നായിട്ടോ ചെയ്തത്, നന്നായിട്ടോ ചെയ്തത് എന്ന് ആത്മാവ് ഉള്ളെന്ന് പറഞ്ഞിറങ്ങും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ചീത്ത കാര്യം ചെയ്യുമ്പോൾ നന്നല്ല എന്നും പറയും കേട്ടോ. അപ്പോൾ ചീത്ത കാര്യങ്ങൾ ചെയ്താൽ വൈകുന്നേരം പറയും വേണ്ടിയറിയില്ല എന്നെ പറഞ്ഞു തീർക്കാം. അപ്പോൾ എന്തൊരു ഭംഗിയെ ഈ ഗീതയുടെ ശ്ലോകം. ആദ്യം ഉപദ്രഷ്ട, സാക്ഷി രൂപത്തിൽ നോക്കണോ, അനുമന്ത പറഞ്ഞുതരും. അവ ഇയാൾക്ക് കുറേയും കൂടി ത്യാഗം ചെയ്യാൻ രസം തരും. അതിൻ്റെ ഒരു സുഖം കിട്ടിയല്ലോ. ഇതേവരെ അയാൾ അനുഭവിച്ചിട്ടില്ല. ഈ ത്യാഗം കൊടുത്തിട്ടുള്ള സുഖം ഇയാൾക്ക് അറിയില്ല, ഭുജിച്ച് സുഖം ഇയാൾക്ക് ശീലമുള്ളൂ. നമ്മൾക്ക് അധികം ആൾക്ക് ഇപ്പോൾ അങ്ങനെയാണ്, ഞാൻ കഴിച്ചിട്ട് സുഖമേ ഉള്ളൂ. മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടെന്നുള്ളത് പരിചയമില്ല. അതൊന്ന് കൊടുത്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. അയാൾ മറ്റേ ആളിങ്ങനെ ഇരുന്ന് സുഖമായിട്ട് കഴിക്കുമ്പോൾ നമുക്കിത്തിരി പട്ടിണിയാലും പറ്റില്ല, അപ്പം എന്തൊരു സുഖം ഉണ്ടല്ലോ. അത് പരിചയമുള്ള ആൾക്കല്ലേ പറ്റുള്ളൂ, കൊടുക്കാത്ത ആൾക്ക് എങ്ങനെയാൻ പറ്റുക? അധികം ആൾക്ക് പരിചയമില്ല. ഉപദ്രഷ്ട അനുബന്ധാച്ച. കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അയാൾക്ക് തന്നെ തോന്നും, ഇതൊക്കെ എവിടുന്നേ പോയിട്ടുണ്ടായത്, ഈ സാധനമൊക്കെ എങ്ങനെയാണ് ചെയ്ത്, ഏതോ ഒരു ഈശ്വരൻ്റെ ശക്തി കൊണ്ടാണല്ലോ ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒന്നും അല്ലാട്ടോ ശക്തി എന്ന് പറഞ്ഞപ്പോൾ ഭർത്ത, എന്നെ ഭരിക്കുന്നത് ഞാനാട്ടോ എന്ന് അപ്പോൾ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ആദ്യം ഉപദ്രഷ്ട, അത് കഴിഞ്ഞാൽ അനുമന്ത, അനുമോദിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഭർത്ത, ഇതൊക്കെ ചെയ്തു തരുന്ന ആരാണ്? ഈശ്വരൻ്റെ ഒരു ബോധം ശക്തി ഉണ്ടാവുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഭാവനത്തിൽ ഞാനൊന്നുമല്ല, അഹങ്കാരം ചുരുങ്ങുന്ന അർത്ഥം. മറ്റത് ഞാനാ കൊടുത്തത്. ആ ഭർത്ത. അത് കഴിഞ്ഞോ മഹേശ്വര. അപ്പം അദ്ദേഹത്തിന് മനസ്സിലാവും ഈ കൊടുക്കണതും വാങ്ങണതും ചിരിച്ചതും ഒക്കെ ആരാ? ബോധം തന്നെ എനിക്ക് വന്ന ആളാരാ, കൊടുത്ത ആളാരാ, എന്നെ ഭരിച്ചതാരാ? ഈശ്വരനാണ്. മനസ്സിലാവുണ്ട് എൻ്റെ രസികത്വം.
എങ്ങനെയാണ് മെല്ലെ മെല്ലെ, അതായത് ത്യാഗത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഹയസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ അവിടെ ത്യാഗൂല്യ ഭോഗൂല്യ എല്ലാം മഹേശ്വരൻ, ഇതൊക്കെ ഒരു നാടകമാണെന്ന് വരെ ബോധ്യം വരും. ഉപദ്രഷ്ട അനുമന്താച ഭക്ത ഭോക്ത മഹേശ്വര പരമാത്മേ ഉക്കതോ. ഇതിനെയാണ് എന്തിനെ എല്ലാം ഒന്നാന്നുള്ളത്. ഇപ്പം നമ്മൾ ആരാണ്? ജീവാത്മാവാണ് അല്ലേ? ജീവൻ ആണ് ആത്മാവ്. അയാൾക്ക് മനസ്സിലാവും ഇവിടെ രണ്ടില്ല, ഒക്കെ ഒന്നാണ്. ജ്ഞേയം പറഞ്ഞാലേക്ക് അയാൾ കൊണ്ടുവരും. ജ്ഞേയം എന്താണെന്ന് പറഞ്ഞല്ലോ, അതെന്തായി? പരമാത്മാ പിച്ച ഉക്കത എന്ന് പറയപ്പെടുന്നു. അതിനെയാണ് പരമാത്മാവ് എന്ന് പറയപ്പെടുന്നു. എന്താ കാരണം? പറഞ്ഞാൽ രണ്ടായി, അതുകൊണ്ട് അങ്ങനെ പറയപ്പെടുന്നു എന്നേ പറയൂ. പരമാത്മേതി ച ഉപ്പല. ആദ്യം എങ്ങനെയാണ്? ദേഹേസ്മിൻ പുരുഷ പര, അസ്മിൻ ദേഹേ, ഈ ശരീരത്തിൽ പുരുഷനായിട്ട്, ഈ ശരീരം പ്രകൃതിയാണ്, അതിനെ അറിയുന്ന ബോധം പുരുഷനാണ്, അത് പരൻ, ഈ ദേഹത്ത് നിന്ന് വിട്ടതാണ്. ക്ഷേത്രജ്ഞ യോഗ അവിടെ പറയുന്നത് അതാണ് ഞാൻ. ഏത്? ഈ ക്ഷേത്രത്തിനെ അറിയുന്ന, ക്ഷേത്രത്തിൽ നിന്ന് വിട്ട പരമാത്മാവ് ഞാനാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു ഭാഗം കുറച്ചുകൂടി പറയാം. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോപി ജായതേ. അതിൻ്റെ രസം അത്ര രസം ഉണ്ടാവേണ്ട, നിർത്താൻ തോന്നുന്നില്ല. യ ഏവം വേത്തി, ആരാണോ ഇങ്ങനെ ഇവിടെ ഈ ബോധം മാത്രമേ ഉള്ളൂ എന്ന് സ്വയം അറിയണത്. യ ഏവം വേത്തി, എങ്ങനെ? എന്താ വയ്ക്കുന്നത്? പുരുഷം പ്രകൃതിം ച, പുരുഷനെയും പ്രകൃതിയെയും. ഇത് വരും തോന്നണം. ച ഗുണൈ സഹ, അപ്പം എൻ്റെ ഗുണങ്ങളോട് കൂടിയിട്ട്. പ്രകൃതി മാത്രമല്ല, അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാണെന്ന് ആരാണോ അറിയുന്നത് അയാൾ സർവഥാ വർത്തമാനോപി, അയാൾ എങ്ങനെയൊക്കെ ഇരുന്നോട്ടെ, സർവഥാ എങ്ങനെയൊക്കെ ഇരുന്നാലും വർത്തമാനോപി സന്ന ഭൂയോപി അഭിജായത, അവൻ പിന്നെ ഉണ്ടാവുക എന്നൊന്നുമില്ല. ഉണ്ടാവുക വെച്ചാൽ സങ്കല്പം ഉണ്ടാവില്ല, അവൻ്റെ സങ്കല്പം അവസാനിച്ചു. അതാണ് ആദ്യം പറഞ്ഞ സങ്കല്പം തുടക്കമുണ്ട്, സങ്കല്പത്തിന് അവസാനമുണ്ട്. ഇങ്ങനെ എല്ലാം പരമേശ്വരനാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ സങ്കല്പിക്കുകയില്ല. രണ്ടുണ്ടെങ്കിലല്ലേ സങ്കല്പിക്കൂ. അയാൾ എന്തായി? പിന്നെ അയാൾക്ക് സങ്കല്പം എന്നുള്ളത് ഒന്നുണ്ടാവില്ല. ആരാണോ ഇങ്ങനെ എന്നെ പുരുഷനും പ്രകൃതിയും അതിൻ്റെ ഗുണങ്ങളോട് കൂടിയിട്ട് അറിയുന്നത്, അയാൾ സർവഥാ വർത്തമാനമൊപ്പി, അവനെ എങ്ങനെയൊക്കെ ഇരുന്നോട്ടെ. അതൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്. അധ്യായം എങ്ങനെ ഇരിക്കില്ല, അധ്യായം ഒറ്റ ഇരിപ്പുള്ളൂ. ഇതൊന്ന് ആത്മാവാണ് ഞാൻ എന്നറിഞ്ഞിട്ടുള്ള ഇരിപ്പാണ്. സർവധാത്മാവി നസ ഭൂയ അഭിജായത, അവൻ വീണ്ടും ഉണ്ടാവുന്നില്ല. വെച്ചാൽ അവന് ജനന മരണങ്ങളോ സുഖദുഃഖങ്ങളോ ഒന്നോ യാതൊന്നുമില്ല. അവൻ ഏകമായ അദ്വിതീയമായ ആ ഹയസ്റ്റുള്ള പരമ നിർവികൽപ്പ സമാധിയിൽ എന്നിട്ട് ജീവിതത്തിൽ എല്ലാം അനുഭവിക്കുകയും ചെയ്യും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ല, കല്ലുപോലെ ഇരിക്കുകയല്ല, എല്ലാം ഒരു പ്രയാസമില്ലാതെ. എങ്ങനെ? നമ്മൾ നാടകം പോലെ, നാടകത്തിൽ എന്തൊക്കെ അഭിനയിക്കാം, അത് കഴിഞ്ഞാൽ അപ്പോഴും അഭിനയിക്കുമ്പോഴും കൂടി നമുക്ക് ഓർമ്മ ഉണ്ട് ഞാൻ എൻ്റെ ആളാന്ന് എന്നല്ലേ. പക്ഷെ കുറച്ച് നേരത്തിന് നമ്മൾ എന്ത് ചെയ്യും? ആ തന്മയീഭാവത്തിന് വേണ്ടിയിട്ട് അതുപോലെ അഭിനയിക്കും. ആ അഭിനയിക്കുമ്പോഴും അഭിനയേ പാടുള്ളൂ. അത് വസ്തുത എന്ന് പറഞ്ഞാൽ നാടകമല്ലാണ്ട് ഉണ്ടല്ലോ. ദുശ്വാസനെ ഇങ്ങനെ കൊല്ലാനും പറ്റില്ലേ, ഇങ്ങനെ കടിക്കുക നിങ്ങൾക്ക് കാണിക്കാനല്ലാണ്ട് പറ്റില്ല. അത് നന്നായിട്ട് അഭിനയിക്കും വേണം, അതല്ലാന്ന് അറിയും വേണം. ആ നിലയ്ക്ക് എത്തും ആര്? ഞാനും നിങ്ങളും ഒക്കെ. എങ്ങനെയായാൽ ഇതൊക്കെ ശ്രദ്ധിച്ച് ശ്രമിച്ചാൽ അതെ എങ്ങനെ പറ്റും? ധ്യാനേന ആത്മനി പശ്യന്തി കേജിതാത്മാനം ആത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേൻ. ധ്യാനേന ആത്മനി പശ്യന്തി. ചിലർ ധ്യാനത്തിൽ കൂടി, ധ്യാനം ചെന്നർത്ഥം ഈ ഇന്നുള്ള സങ്കല്പങ്ങളെ വിടുക എന്നർത്ഥം. ധ്യാനം എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്നിനെ പിടിക്കുകയല്ല, സങ്കല്പങ്ങളെ വിടുക കൊണ്ടു. ഈശ്വരനെ പിടിക്കണ്ട. അതെ, അതിങ്ങനെ ഇത് ഞാനല്ല, അത് ഞാനല്ല, അതാണ് ഒന്നിനെ പറ്റി തന്നെ ചിന്തിക്കും, മറ്റു തന്നെ പൊക്കോളൂല്ലോ. ധ്യാനേന ആത്മനി പശ്യന്തി, ആത്മാവിൽ തന്നെ കാണും. എന്ത്? കേജിത് ആത്മാനം ആത്മന. ചിലർ ആത്മാവിനെ ആത്മാവിൽ തന്നെ, അതായത് ബോധത്തിൽ തന്നെ ബോധമാണെന്ന് അവർ ധ്യാനങ്ങളെ കൊണ്ട്, അതായത് സങ്കല്പങ്ങളെ ഒതുക്കിയിട്ട് താൻ അതാണെന്ന് ചിലർ കാണും. പിന്നെ അന്യേ സാഖ്യേന യോഗേന. മറ്റൊരു കൂട്ടർ ഇങ്ങനെ ഇതല്ല, സാഖ്യയോഗം വെച്ചാൽ അവർ ജ്ഞാനമാണ്, ചിന്തിച്ചു നോക്കണം. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ? അല്ല, ഇത് ഇല്ലാതാവും, ഇതില്ലാതെയാവും എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? ഉള്ളതിരിക്കാവുമല്ലോ. അങ്ങനെ സാഖ്യേന യോഗേന. ചിലർ കർമ്മയോഗേന. അതെങ്ങനെയാണത്? കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എനിക്ക് വേണമെന്ന് പറയുമ്പോഴാണല്ലോ ഞാൻ വേറെ മറ്റേതാവുന്നത്. ഇതങ്ങനെയില്ല.
ഈശ്വരൻ്റെ ആണ് ജീവിതം, ഈശ്വരന് തന്നെ സമർപ്പിക്കുകയാണ് എന്ന് വരുമ്പോൾ ഈ ജ്ഞാനേനെ എന്ന് പറഞ്ഞതിന് അർത്ഥം അഹങ്കാരം ഇല്ലാതെയാവുക. കർമ്മയോഗനെ വെച്ചാൽ മമത ഇല്ലാണ്ടാവുക. എനിക്ക് കിട്ടണമെന്നില്ല മമത ഇല്ലാണ്ടായാൽ അഹങ്കാരം ഉണ്ടാവില്ല, അഹങ്കാരം ഇല്ലാണ്ടായാൽ മമത ഉണ്ടാവില്ല. അതിന് ഓരോന്നും പറഞ്ഞു തന്നെയാണ്. ചിലർ ഇങ്ങനെ ജ്ഞാനയോഗം വിഷമമുള്ളതാണ്. എന്താന്ന് ഞാൻ ശരീരമല്ല എന്ന് തോന്നൽ വളരെ വിഷമമുണ്ട്. എന്നാലും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലരെങ്ങനെയുണ്ട്, മമത വിട്ട അഹങ്കാരം പോയി അല്ലേ, ഇന്ത്യ എല്ലാവരും എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അഹങ്കാരമുള്ളത്. അങ്ങനെയും ചിലർ ഈ ആത്മാവിനെ അറിയുന്നു. ഇനിയോ അവസാനത്തെ തൂണി വരെ നിർത്താം. അന്യേ ത്വേവമയ ആനന്ദ ശ്രുത്വാനേഭ്യ ഉപാസത്തെ. ഭഗവാൻ പറഞ്ഞു ഇത്രയൊന്നും പ്രയാസമില്ല. ജ്ഞാനയോഗി, കർമ്മയോഗി, ധ്യാനയോഗിയെ പറ്റി പറഞ്ഞു. അവർക്കത് അറിയണു, ഒക്കെ സങ്കല്പമില്ലാണ്, ഇതൊന്നും പ്രയാസമില്ലാണ്. അപ്പോൾ നമ്മൾ ചെയ്യണ പല അതും സാധിക്കുന്നു പറയാനാണ് പറഞ്ഞു. ഇതിലും എളുപ്പമുള്ളൊരു സംഗതിയില്ല. അന്യേ ചിലർ തു ഏവം അജാനന്ദ, ഇതൊന്നും അറിയാത്തവർ, ജ്ഞാനയോഗവും അറിയില്ല, കർമ്മയോഗവും അറിയില്ല, ധ്യാനയോഗവും അറിയില്ല. അവരെന്ത് ചെയ്യുന്നു, ശ്രുത്വാപ്യേന ഉപാസത. ഇതൊക്കെ എന്താ അപ്പം നിങ്ങളെ പറയണത് കേൾക്കണില്ലേ? ഇത് കേട്ടിട്ട് അതൊന്ന് അപ്പോൾ എന്താ ഈ ഈശ്വരനെ ഉള്ളൂ, പത്മാത്മാവേ ഉള്ളൂ, അതിനെ ഉപാസിക്കാച്ചാലോ അടുത്തിരിക്കുക. അപ്പം അതിനെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനെ പറ്റി ആലോചന വരുമല്ലോ. അങ്ങനെയും അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളത് എന്താണ്, ഗീത പറയണത് കേട്ടാൽ മതി എന്നാ പറഞ്ഞു. ശരിക്ക് ഈ പറയുന്ന ആൾക്കും ബോധ്യം ഉണ്ടാവണേ, അല്ലാത്ത ആൾ പറഞ്ഞെടുക്കാൻ കാര്യമില്ല. അയാളിത് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയുള്ളൂ എന്ന് ബോധ്യം വരുമ്പോൾ അന്യേച്ച അവനാനന്ദ ശ്രുത്വാഭ്യച്ച ഉപാസതേ തേവി ച അതിതരന്തിയേവ, അവനും ഇതിനെ കടക്കണു. ഏതിനെ? പരിമിതത്തെ കടന്ന് സങ്കല്പത്തെ കടക്കണു. കുറേ പ്രാവശ്യം കേട്ടിട്ട് ആദ്യം ഈ ഇതൊക്കെ കേട്ടതൊക്കെ വിടുന്ന തുടങ്ങിയതേ. പക്ഷെ വാസ്തവത്തിൽ കർമ്മയോഗവും ജ്ഞാനയോഗവും ധ്യാനയോഗമൊക്കെ അത് ജനിക്കുമ്പോൾ ഉണ്ടായതാ, മഹാത്മാക്കളിൽ നിന്ന് കേട്ടതാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഈ കേട്ടിൽ നിന്ന് അതൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് കേട്ടാൽ പറ്റില്ല എന്ന് പറയരുത്, കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല. അപ്പോൾ തുടക്കം എവിടുന്ന? കേൾക്കലാണ്, ശ്രവണാണ്. അതിനാണ് അതിലെന്ത് ചെയ്യുന്നു, മൃത്യും ശ്രുതിപരായണ. ആരെ അതിൽ കിടക്കുന്നത്? മൃത്യു, മരണം, മാറ്റം. അതായത് ഞാൻ ശരീരമാണ്. ഇപ്പം ഇവിടെ ക്ഷേത്രത്തിൻ്റെ വിഭാഗ യോഗമാണ്. ഞാൻ ക്ഷേത്രമാണെന്നുള്ളത് സങ്കല്പമാണ്. ആ ക്ഷേത്രം എന്നുള്ള സങ്കല്പം വിട്ടിട്ട് ഞാൻ ക്ഷേത്രമല്ല, ക്ഷേത്രവുമാണ്, ക്ഷേത്രജ്ഞനാണ്, ഞാൻ എല്ലാമാണ് എന്ന് എന്താണ് ശ്രുതിപരായണ. നോക്കൂ, നല്ല വാക്കാക്ക. ശ്രുതിപരായണ. പരായണം പരമമായ അയനം, അവസാനത്തെ ലക്ഷ്യം. അതെങ്ങനെ? ശ്രുതി കേട്ടിട്ടാണ് എന്തും തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ അനുഭവിക്കലൊക്കെ കേട്ടിട്ടാണ്. അപ്പോൾ ഭഗവത്ഗീത ഈ മാതിരി വേണ്ട ആളിൽ നിന്ന് വേണ്ട ശ്രദ്ധിച്ച് കുറച്ചെങ്കിലും അതിൽ ജീവിതത്തിൽ നടത്തുന്ന ഒരാളിൽ നിന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആദ്യം നിങ്ങൾക്ക് കർമ്മയോഗം സാധിക്കും, അത് കഴിഞ്ഞാൽ ധ്യാനയോഗം സാധിക്കും, അവസാനം ജ്ഞാനയോഗം സാധിക്കും. എങ്ങനെയായാലും സാധിക്കും. അതുകൊണ്ട് എന്ത് വേണം? ഈ വക ഗീത ക്ലാസ്സുകൾ ശ്രദ്ധാപൂർവം കേൾക്കണം മനുഷ്യർ. അതിനാണല്ലോ ക്ഷേത്രങ്ങളിൽ ഇതൊക്കെ വയ്ക്കുന്നത്. അത് സഹായിച്ചാൽ സാധിക്കും എന്നാണ്. ഇനി ബാക്കി ഒരു 4 ശ്ലോകമുണ്ട്, അത് പിന്നെ പറയാം. ഹരി ഓം.